Opening hours with MyFin. ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ഹൗസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് തോമസ്. ഗുഡ് മോർണിംഗ് നിഖിൽ. ഇന്നത്തെ ഒരു ട്രേഡിംഗ് നോക്കുകയാണെങ്കിലും നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റാർട്ട് എന്തായാലും സാധ്യമായിട്ടുണ്ട്. ഗ്ലോബൽ ക്യൂസ് ഒക്കെ തന്നെ, അതായത് US മാർക്കറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ട് നിലനിൽക്കുമ്പോഴും ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വരികയാണെങ്കിൽ കനത്ത രീതിയിലുള്ള ഒരു സമ്മർദ്ദം നിലനിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. US സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ചില പാദഫലങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു US കമ്പനികളുടേത്. അതുകൂടാതെ സെമി കണ്ടക്ടർ ഓഹരികളുടെ ഒക്കെ തന്നെ പ്രകടനം നോക്കുകയാണെങ്കിലും വളരെ മികച്ച രീതിയിലുള്ള ഒരു പ്രകടനം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചതും US വിപണികൾക്ക് വലിയ രീതിയിലുള്ള ഒരു കരുത്ത് പകർന്നു എന്ന് തന്നെ പറയാം. കൂടാതെ US എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായിട്ടുള്ള US-ൻ്റെ PPI ഡേറ്റ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പ്രതീക്ഷയ്ക്ക് താഴെയായിരുന്നു പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് വന്നിട്ടുള്ളത്. അതായത് പ്രൊഡ്യൂസർ ലെവൽ പ്രൈസ് ഇൻഡെക്സ് പരിശോധിക്കുകയാണെങ്കിലും പണപ്പെരുപ്പം പ്രതീക്ഷിച്ച രീതിയിൽ ഉയരുന്നില്ല എന്നത് നിലവിലിപ്പോൾ ഫെഡിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി സോഫ്റ്റർ ആയിട്ടുള്ള ഒരു തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാപ്പൊക്കെ തന്നെ തുടർന്ന് നൽകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ US മാർക്കറ്റിന് പോസിറ്റീവായിട്ട് തന്നെയാണ് ഭവിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ആപ്പിളിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ 4% മുകളിലുള്ള നേട്ടം, മെറ്റ 3% മുകളിൽ, ആമസോണും 3% മുകളിലുള്ള ഒരു പ്രകടനം രേഖപ്പെടുത്തുന്നു. എന്നാൽ ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് കടന്നു വരികയാണെങ്കിൽ സൗത്ത് കൊറിയയിൽ സെൻട്രൽ ബാങ്ക് നിലവിലിപ്പോൾ പലിശ നിരക്ക് വർദ്ധിപ്പിച്ചു എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. 3.5 വർഷത്തിന് ശേഷമാണ് ഈ ഒരു റേറ്റ് ഹൈക്ക് ഉണ്ടായിരിക്കുന്നത് എന്നത് ഏഷ്യൻ വിപണികൾക്ക് പൊതുവെ ഒരു നെഗറ്റീവ് ടോൺ സമ്മാനിച്ചെങ്കിലും ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിലവിലത്തെ ഒരു സാഹചര്യത്തിലും സാധിക്കുന്നുണ്ട്. തോമസ് നിഖിൽ, നമ്മൾ ഇപ്പോൾ ഏഷ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് ട്രെൻഡ് ഉടനീളം കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യൻ മാർക്കറ്റിലും ഞാൻ ഇപ്പോൾ നോക്കുമ്പോൾ ഹാങ്സെങ്കിലും ഹോങ്കോങ് മാർക്കറ്റിലും മാത്രമാണ് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ട്രെൻഡ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഹാങ്സെങ് 1.85% മുന്നേറിയാണ് ട്രേഡ് ചെയ്യുന്നത്. നല്ല രീതിയിലുള്ളൊരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് ഹോങ്കോങ് മാർക്കറ്റിലുണ്ട് എന്ന് പറയാൻ സാധിക്കും. ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ 0.18%, 0.25% എന്നിങ്ങനെ ഓൾമോസ്റ്റ് ഒരു നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് എന്ന് പറയാൻ സാധിക്കുന്നില്ലെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള നല്ലൊരു കോഷ്യസ് ആയിട്ടുള്ള അപ്രോച്ച് ഇന്ത്യൻ മാർക്കറ്റിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നലെ US മാർക്കറ്റ് ക്ലോസ് ചെയ്ത ലെവൽസ് നോക്കുകയാണെങ്കിൽ ഡോ ജോൺസ് 0.29%, S&P 500 0.38%, നാസ്ഡാക്ക് 0.62% ഗെയിൻ ചെയ്താണ് ക്ലോസ് ചെയ്തത്. അതിൽ നിഖിൽ പറഞ്ഞതുപോലെ തന്നെ ടെക് കമ്പനീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ക്വാർട്ടർലി റിസൾട്ട്സും ക്വാർട്ടർലി പ്രിവ്യൂസും ഒക്കെ ഒരു നല്ല രീതിയിലൊരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് US മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ക്രൂഡ് ഓയിൽ മാർക്കറ്റിൽ വന്നിട്ടുള്ള നേരിയ രീതിയിലുള്ള ഒരു ഇടിവ്, അതും നല്ല രീതിയിലൊരു പോസിറ്റീവ് മൊമെൻറ്റം ഇന്നലെ US മാർക്കറ്റിന് കൊടുത്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ തോമസ്, എന്നാൽ അവർ അവസാനത്തെ ഒരു 3 ദിവസത്തെ മാത്രം ഒരു പ്രകടനം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ബ്രന്റ് ക്രൂഡിൻ്റെ ഒക്കെ തന്നെ ഒരു പ്രൈസ് എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണ്. 12% ഒരു വർധനമാണ് നിലവിലിപ്പോൾ ബ്രന്റ് ക്രൂഡിനെ സംബന്ധിച്ചിടത്തോളം വന്നിരിക്കുന്നത് എന്നത് കുറച്ച് ആശങ്കാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ഇന്ത്യൻ മാർക്കറ്റുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം ഒരു കംഫർട്ടിംഗ് ആയിട്ടുള്ള ഒരു കുഷൻ ലഭിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ക്രൂഡ് ഓയിലിൻ്റെ ഒക്കെ തന്നെ വില വലിയ രീതിയിൽ താഴോട്ട് വന്നു എന്നത്. എന്നാൽ നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഏറ്റവും പുതിയ പരാമർശം നോക്കുകയാണെങ്കിൽ ഇറാൻ നിലവിലിപ്പോൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിൽ നടപ്പാക്കിയിരിക്കുന്ന ബ്ലോക്കേഡിൽ നിന്ന് പിന്മാറാതെ ഈ ഒരു US നിലവിലിപ്പോൾ ഇറാനെതിരെ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കില്ല എന്ന രീതിയിലേക്കുള്ള പരാമർശം ഉണ്ടാകുന്നു എന്നത് വളരെ ഭയാനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് ഈ ഒരു പ്രശ്നം, ഈ ഒരു സംഘർഷം ഇനിയും തുടരും എന്നതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സൂചന തന്നെയല്ല അദ്ദേഹം മുൻപോട്ട് നൽകുന്നത്. നിഖിൽ പറഞ്ഞതുപോലെ ക്രൂഡ് ഓയിൽ മാർക്കറ്റ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ബ്രണ്ട് ക്രൂഡ് $84.7 per ബാരലും WTI ക്രൂഡ് $79.5 per ബാരലും ആണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. നിഖിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് ഓൾമോസ്റ്റ് $65 per ബാരൽ എന്ന റേഞ്ചിൽ WTI ക്രൂഡും 70 to $73 per ബാരൽ എന്ന ലെവലിൽ ബ്രണ്ട് ക്രൂഡും ട്രേഡ് ചെയ്തിരുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് ഇപ്പോൾ വീക്കിലി ഓൾമോസ്റ്റ് 10 to 11% ഒരു ജമ്പ് ഈ ഒരു 2 ക്രൂഡ് ഗ്രേഡിലും കാണാൻ സാധിക്കുന്നത്. അവിടെയാണ് ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ബാസ്ക്കറ്റിൻ്റെ വാല്യൂ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഏപ്രിൽ മാസത്തിൽ $114 per ബാരൽ എന്ന ലെവലിലാണ് ഇന്ത്യ ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. അത് മെയ് മാസമാകുമ്പോൾ $106 per ബാരൽ എന്ന ലെവലിലേക്ക് കുറയുന്നത് കണ്ടു. ഈ മെയ് മാസത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മൾ കണ്ട ആ ഒരു സീസ്ഫയർ എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ജൂണിൽ വന്ന സീസ്ഫയർ എഗ്രിമെൻറ്റിൻ്റെ മുൻപോടി ആയിട്ടുള്ളൊരു പ്രീകേഴ്സർ ആയിട്ടുള്ളൊരു സീസ്ഫയർ നിലനിൽക്കുന്ന ഒരു സമയമാണ് മെയ് 2026 എന്ന് പറയുന്നത്. ജൂണിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ
ഓയിൽ ബാസ്ക്കറ്റിൻ്റെ വാല്യൂ $83 കുറയുന്നത് കണ്ടു. ജൂലൈയിലേക്ക് വരുമ്പോൾ അത് $72 കുറയുന്നത് കണ്ടു. ആ ഒരു സീസ് ഫയർ എഗ്രിമെൻറ്റ് ഓഗസ്റ്റിലേക്ക് കൂടി എക്സ്റ്റെൻഡ് ആവുമായിരുന്നെങ്കിൽ പ്രീ വാർ ലെവൽസിലേക്ക് ഇന്ത്യൻ ക്രൂഡ് ഓയിൽ ബാസ്ക്കറ്റിൻ്റെ ഇമ്പോർട്ട് ബില്ല് കുറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് വളരെ പിന്നെയും ഒരു റിട്ടേൺ 10 to 11% ഹൈക്ക് ക്രൂഡ് ഓയിലിൽ ഓൺ എ വീക്ക്ലി ബേസിസ് വരുമ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ ഇന്ത്യൻ ക്രൂഡ് ഓയിൽ ബാസ്ക്കറ്റ് വില ജൂൺ മാസത്തെ $83 പെർ ബാരൽ എന്ന ലെവലിലേക്ക് കടക്കുമോ, അതോ അതിനു മുകളിലായി $90 പെർ ബാരൽ എന്ന $95 പെർ ബാരൽ എന്ന ലെവലിലേക്ക് കടക്കുകയാണെങ്കിൽ അവിടെ ഒരു ഇൻഫ്ലേഷണറി പ്രഷർ പിന്നെയും രൂപപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എക്കണോമിക്കലി നോക്കുമ്പോൾ ഇൻഫ്ലേഷണറി പ്രഷറുമുണ്ട്. അതുകൂടാതെ തന്നെ മറ്റു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഗ്യാസിൻ്റെ ആണെങ്കിലും പെട്രോളിൻ്റെ ആണെങ്കിലും ഡീസലിൻ്റെ ആണെങ്കിലും മറ്റ് ATFs ആണെങ്കിലും മറ്റ് ഫ്യൂവൽ മോഡ്സിൻ്റെ ഒക്കെ ആണെങ്കിലും നാച്ചുറൽ ഗ്യാസ് അല്ലെങ്കിൽ LNGയുടെ ഒരു കാര്യത്തിലേക്ക് വരികയാണെങ്കിലും സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് വഴി തന്നെയാണ് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഗ്ലോബൽ സപ്ലൈ നോക്കുകയാണെങ്കിലും ഒക്കെ തന്നെ ഏകദേശം 20% ഉള്ളവർക്ക് തന്നെ LNGയുടെയും സപ്ലൈ നടക്കുന്നു എന്നതും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോക്കേണ്ട. അവിടെയാണ് ഒരു സപ്ലൈ ഇഷ്യൂ. ഇനി ഒരു സപ്ലൈ ഇഷ്യൂ ഉണ്ടാവുമോ എന്നുള്ളൊരു ചോദ്യം വരുന്നത്. കാരണം നമ്മൾ കണ്ടതാണ് നാച്ചുറൽ ഗ്യാസുമായി ബന്ധപ്പെട്ടും ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ടും പെട്രോൾ ഡീസലും ഒക്കെയായി ബന്ധപ്പെട്ടും ഈ പെട്രോൾ ഡീസൽ ബങ്ക്സുകളോടൊക്കെ സർക്കാർ വലിയ രീതിയിലുള്ള ബൾക്ക് പർച്ചേസസ് ഒക്കെ ലിമിറ്റ് ചെയ്യണം എന്ന രീതിയിൽ ഇൻഫോർമലായിട്ട് ഇൻഫർമേഷൻ കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൂടാതെ തന്നെ ഹോട്ടലുകളൊക്കെ ഒരുവിധം അവരുടെ ഓപ്പറേഷൻസ് പകുതിയാക്കേണ്ട സ്ഥിതിയൊക്കെ കണ്ടതാണ്. ബിക്കോസ് നാച്ചുറൽ ഗ്യാസ് വളരെ വലിയ രീതിയിൽ ക്ഷാമം അനുഭവപ്പെട്ടിരുന്നു. ആ ഒരു സിറ്റുവേഷനിലേക്ക് തിരികെ പോവുകയാണെങ്കിൽ RBI ഇപ്പോൾ എടുത്തിട്ടുള്ള നിലപാട്, ഇൻട്രസ്റ്റ് റേറ്റുമായി ഇപ്പോൾ എടുത്തിട്ടുള്ള നിലപാട്, അവരുടെ ഗൈഡൻസ് RBIയുടെ ഗൈഡൻസ്, ലാസ്റ്റ് ഗൈഡൻസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്ലോബൽ സിറ്റുവേഷൻ അവസാനിക്കും. ഫോർ ഒരു ഫൈനാൻഷ്യൽ ഇയർ 2027 ഫസ്റ്റ് ക്വാർട്ടറിൽ സെക്കൻഡ് ക്വാർട്ടറോട് കൂടി ഇതൊന്ന് സെറ്റിൽ ആവുമ്പോൾ ഇന്ത്യൻ എക്കണോമി എവിടെയായിരുന്നോ അവിടെ നിന്നൊരു ഗ്രോത്ത് ആണ് RBI പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ ഗ്ലോബൽ സിറ്റുവേഷൻസ് കൂടുതൽ വഷളാവുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ആ ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ എക്കണോമിക്കലായിട്ട് ഒരു ഇൻഫ്ലേഷണറി പ്രഷറും അതുകൂടാതെ തന്നെ ആ വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ തന്നെ ഈ നാച്ചുറൽ ഗ്യാസ് പെട്രോൾ ഡീസൽ പോലുള്ളവയുടെ ഒരു ക്ഷാമവും സ്കേർസിറ്റിയും ഒന്നും കൂടി പ്രതീക്ഷിച്ചിട്ട് വേണം നമ്മൾ എക്കണോമിയെ അനലൈസ് ചെയ്യാനെങ്കിൽ. അതുപോലെ തന്നെ ഇൻഫ്ലേഷണറി പ്രഷറിൻ്റെ കാര്യം സൂചിപ്പിച്ചപ്പോൾ ഇപ്പോൾ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മൺസൂൺ സംബന്ധിച്ചിടത്തോളമാണ്. മൺസൂൺ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നതും അവസാനം വന്നിരുന്ന CPI കണക്ക് നോക്കുകയാണെങ്കിലും WPI കണക്ക് നോക്കുകയാണെങ്കിലും പ്രതീക്ഷകൾ മുകളിലേക്ക് നീങ്ങി എന്നതും മറ്റൊരു കൺസേൺ കൂടി സൃഷ്ടിക്കുന്നുണ്ട്. ക്രൂഡിൻ്റെ തന്നെ മറ്റൊരു ഡേറ്റയിലേക്ക് കടക്കുകയാണെങ്കിൽ US ക്രൂഡ് ഓയിൽ ഇൻവെൻ്ററി കണക്കും പുറത്തു വന്നിട്ടുണ്ട്. ഏകദേശം 1.7 മില്യൺ ബാരൽസ് ആയിട്ട് US ക്രൂഡ് ഓയിൽ ഇൻവെൻ്ററി കുറഞ്ഞു എന്ന രീതിയിലുള്ളൊരു കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഓയിലിൻ്റെ ഡിമാൻഡ് അതിശക്തമായിട്ട് തന്നെ നിലനിൽക്കുന്നു എന്നൊരു കാര്യം തന്നെയാണ്. എന്നാൽ നിലവിലുണ്ടായിരിക്കുന്ന ഈ ഒരു വിലയിലുണ്ടായിരിക്കുന്ന ഒരു വർധനവ് ഒരിക്കലും ഡിമാൻഡ് വർദ്ധിച്ചത് മൂലമല്ല, സപ്ലൈ വീണ്ടും കുറയുന്നതിൻ്റെ ഒരു കാരണത്താലായിരിക്കും എന്ന് തന്നെയാണ് നിലവിൽ ഇപ്പോൾ എക്സ്പെർട്സ് ഒക്കെ തന്നെ അടിവരയിട്ട് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമായിട്ട് കൂടി സൂചിപ്പിക്കാനായിട്ടുള്ളത്. തോമസ്, മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ വന്നിരിക്കുന്നത് നിലവിലിപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ആണ്. ജൂൺ മാസത്തിലെ ഇന്ത്യയിലെ തൊഴിലില്ലായ്മ നിരക്ക് കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. 5.5% എന്ന് പറഞ്ഞ ഒരു നിരക്കിലാണ് നിലവിലിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഓവറോൾ പരിശോധിക്കുകയാണെങ്കിൽ ജൂൺ 2026 5.5% വന്നിട്ടുണ്ട്. തൊട്ട് മുൻമാസത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ മെയ്യിലും 5.5% തന്നെയായിരുന്നു. റൂറൽ അൺഎംപ്ലോയ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 5%ത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് 5.1% ഉണ്ടായിരുന്നിടത്ത് നിന്ന് 5% കുറയുന്നു. എന്നാൽ അർബൻ അൺഎംപ്ലോയ്മെൻറ്റ് പരിശോധിക്കുകയാണെങ്കിൽ 6% ഉണ്ടായിരുന്നിടത്ത് നിന്നാണ് മെയ് മാസത്തിൽ 6.4% വർദ്ധിച്ചിരിക്കുന്നത് എന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് നിലവിൽ ഇപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കുന്നത്. നിഖിൽ, നമ്മൾ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് നിഖിൽ പറഞ്ഞതുപോലെ ഓവറോൾ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് നോക്കുകയാണെങ്കിൽ 5.5% എന്ന ലെവലിൽ സ്റ്റേബിളായി നിൽക്കുകയാണ്, സെയിം ആസ് മെയ് 2026. ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിലും വളരെ വലിയ രീതിയിൽ ഒരു ചേഞ്ച് ഇല്ലാതെ തുടരുകയാണ്. എന്നാൽ നമ്മൾ ഇതിൽ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ അർബൻ അൺഎംപ്ലോയ്മെൻറ്റിലും റൂറൽ അൺഎംപ്ലോയ്മെൻറ്റിലുമാണ് ഒരു ഡിഫറൻസ് കാണാൻ സാധിക്കുന്നത്. അർബൻ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റിൽ ഒരു ഇൻക്രീസ് ആണ്, ഒരു 6% നിന്ന് 6.4% വർദ്ധിക്കുന്നു. റൂറൽ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് 5.1% നിന്ന് 5% സോഫ്റ്റൻ ചെയ്യുന്നു. ഇവിടെയാണ് ഈ രണ്ട് മേഖലകളിൽ റൂറലായാലും അർബൻ സെക്ടേഴ്സിലായാലും എങ്ങനെയാണ് എംപ്ലോയ്മെൻറ്റ് സൃഷ്ടിക്കപ്പെടുന്നത്, എങ്ങനെയാണ് ആൾക്കാർ എംപ്ലോയബിൾ ആവുന്നത് എന്നൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് വരുന്നു. നമ്മൾ അർബൻ എംപ്ലോയ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ IT സെക്ടർ, ഫൈനാൻസ് സെക്ടർ, സർവീസസ് സെക്ടർ, മാനുഫാക്ചറിങ് സെക്ടറൊക്കെ വളരെ വലിയ രീതിയിൽ ഒരു റോള് വഹിക്കുന്നതാണ് അർബൻ എംപ്ലോയ്മെൻറ്റ് എന്നുള്ളത്. ആ ഈ ഒരു സർവീസ്
സർവീസ്, IT, മാനുഫാക്ചറിങ് സെക്ടേഴ്സിലൊക്കെ ഒരു സ്ലോവർ ജോബ് ക്രിയേഷൻ ഈ ഓവറോൾ ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് കാരണം, ഓവറോൾ ആയിട്ടുള്ള എക്കണോമിക്കൽ സിറ്റുവേഷൻസ് കാരണവും സ്ലോവർ ജോബ് ക്രിയേഷൻ ഈ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ അർബൻ ലേബർ മാർക്കറ്റ്സിലൊക്കെ ഒരു ഹൈ കോമ്പറ്റീഷൻ നിലവിലുണ്ട് എന്നതും മാർക്കറ്റ് റിപ്പോർട്ടുകൾ എടുത്തു പറയുന്നതാണ്. റൂറൽ ടു അർബൻ ഏരിയാസിലേക്കുള്ള മൈഗ്രേഷൻ ഇപ്പോൾ കൂടുതലായി ഈ അർബൻ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റിൽ കൂടുതലായിട്ടൊരു പ്രഷർ സൃഷ്ടിക്കുന്നുണ്ട് എന്നതൊരു ഒരു എടുത്തു കാണിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് റൂറൽ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ചെറിയ രീതിയിൽ സോഫ്റ്റൻ ആകുന്നത് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് സ്പെൻഡിങ് അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കീംസ് ഒക്കെ ഒരു സ്റ്റേബിളായിട്ടാണ് റൂറൽ എംപ്ലോയ്മെൻറ്റ് സൃഷ്ടിക്കുന്നത്. MGNRA സ്കീം, മുമ്പത്തെ MGNREGA, ഇപ്പോൾ VBG റാംജി സ്കീമൊക്കെ ഗവൺമെൻറ് അത് അഷ്യൂർ ചെയ്യുന്നതാണ്. ഇത്രയും നമ്പർ ഓഫ് ഡേയ്സ് ഈ റൂറൽ അൺഎംപ്ലോയ്മെൻറ്റ് സ്പെസിഫിക് എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ വരുന്ന ഫാമിലീസിലുള്ള ഒരു വർക്കിംഗ് എലിജിബിൾ മെമ്പർക്ക് ഇത്ര രീതിയിലുള്ള ഒരു വർക്കിംഗ് ഡേയ്സ് അഷ്യൂർ ചെയ്യുകയാണ് ഗവൺമെൻറ്. അതുകൊണ്ട് തന്നെ ഈ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും VBG റാംജി പോലുള്ള സ്കീംസും അതുകൂടാതെ തന്നെ ഗവൺമെൻറ്റിൻ്റെ മറ്റ് ടെക്നിക്കൽ എംപ്ലോയ്മെൻറ്റ് സപ്പോർട്ടും കാരണം തന്നെ റൂറൽ എംപ്ലോയ്മെൻറ്റിൽ ഒരു സോഫ്റ്റനിങ്ങും, എന്നാൽ ഈ IT സർവീസസ്, സർവീസ് സെക്ടർ, മാനുഫാക്ചറിങ് സെക്ടറിലൊക്കെ വന്നിട്ടുള്ളൊരു സ്ലോ, ആ ഒരു ഗ്രോത്ത് വന്നിട്ടുള്ളൊരു സ്ലോ, അതിൻ്റെ ജോബ് ക്രിയേഷനിലും ഒരു സ്ലോ മൊമെൻറ്റം ആണിപ്പോൾ അതിൽ പ്രതിഫലിച്ചിട്ടുള്ളത്. നിഖിൽ, എന്തായാലും തോമസ്, നിലവിലിപ്പോൾ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ കാര്യമായ രീതിയിൽ മാറ്റമില്ലാതെ തന്നെയാണ് നിലനിൽക്കുന്നത്. ഓവറോൾ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ, അതായത് 15 വയസ്സിന് മുകളിലുള്ള ആളുകളെയാണ് ലേബർ ഫോഴ്സിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുയോജ്യരായ ആളുകളായിട്ട് കണക്കാക്കുക. ആ ഒരു നിരക്കിൽ പരിശോധിക്കുകയാണെങ്കിൽ 2026 മെയ് മാസത്തിൽ 54.4% അത് മാറ്റമില്ലാതെ തന്നെ നിലനിൽക്കുന്നു. റൂറൽ മേഖലയുടേത് പരിശോധിക്കുകയാണെങ്കിൽ 56.6% എന്നത് ഒരു മാറ്റമില്ലാതെ നിലനിൽക്കുന്നു. അർബൻ മേഖലയിലേക്ക് പരിശോധിക്കുമ്പോഴാണ് കുറച്ചുകൂടി ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കണക്കുണ്ടാകുന്നത് എന്നത് അത്ര പോസിറ്റീവായിട്ട് നിലവിലിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. വുമൺ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ നോക്കുകയാണെങ്കിൽ ഓവറോൾ കാര്യമായ രീതിയിൽ മാറ്റമില്ലാതെ തന്നെയാണ് നിലനിൽക്കുന്നത്. മെയ് മാസത്തിൽ 32.7% ജൂൺ മാസത്തിൽ 32% അതായത് കഴിഞ്ഞ വർഷം. നിലവിലത് 32.7 എന്ന് പറഞ്ഞൊരു നിരക്കിൽ മാറ്റമില്ലാതെ നിലനിൽക്കുന്നു. മുൻ വർഷത്തെ ജൂൺ മാസത്തിലെ കണക്ക് റൂറൽ മേഖലയിൽ 35.2%, അത് 36.6% വർദ്ധിച്ചു എന്നത് ഒരു വർഷം ഇയർ ഓൺ ഇയർ പരിശോധിക്കുകയാണെങ്കിൽ വുമൺ ലേബർ ഫോഴ്സിൽ പാർട്ടിസിപ്പേഷൻ വർദ്ധിച്ചു എന്നതിൻ്റെ ഒരു തെളിവാണ്. എന്നാൽ അർബൻ മേഖലയിൽ ഒരു സ്ലോ ഡൗൺ തന്നെയാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ വർഷത്തെ 25.2% നിന്ന് 24.8% താഴോട്ട് വരുന്ന ഒരു കാഴ്ചയാണ്. അർബൻ മേഖലയിലെ വുമൺ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ നിലവിലിപ്പോൾ ഉണ്ടാകുന്നു എന്നതും അത്ര പോസിറ്റീവല്ല. വർക്ക് പോപ്പുലേഷൻ റേഷ്യോ പരിശോധിക്കുകയാണെങ്കിലും വലിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങളൊന്നും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. എന്നാൽ ഓവറോൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ വർഷവുമായിട്ടുള്ള ഒരു കമ്പാരിസണിൽ 0.2% ഒരു ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നു. റൂറൽ മേഖലയിലേക്ക് വരികയാണെങ്കിൽ 53.3% നിന്ന് 53.8%, അതായത് 0.5% ഒരു വർധനവ് രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. അർബൻ മേഖലയിലേക്ക് വരികയാണെങ്കിൽ മാറ്റമില്ലാതെ നിലനിൽക്കുന്നതാണ് വർക്കർ പോപ്പുലേഷൻ റേഷ്യോ നിലവിലിപ്പോൾ സൂചിപ്പിക്കുന്നത്. അതായത് ടോട്ടൽ പോപ്പുലേഷനിൽ എത്ര ആളുകൾക്കൊക്കെ തന്നെ എംപ്ലോയിഡ് ആയിട്ട് നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു കണക്കാണ് ഇത് എന്നതൊക്കെ തന്നെയാണ് നിലവിലിപ്പോൾ വന്നിരിക്കുന്നത്. അർബൻ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് കണക്ക് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. എന്നാൽ രാജ്യത്ത് ഒട്ടും, അതായത് ഓവറോൾ പരിശോധിക്കുകയാണെങ്കിൽ കാര്യമായ രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുന്നില്ല എന്നത് ഒരു ആശ്വാസം പകരുന്നു എന്ന് തന്നെയാണ് അൺഎംപ്ലോയ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കാനായിട്ടുള്ളത്. എനിക്ക് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് നമ്മൾ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റും കൂടി ഒത്ത് വെച്ച് വായിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. അത് സെയിം ഗോസ് ഫോർ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്നുള്ളതും. ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ഇപ്പോൾ ഓവറോൾ ആയിട്ട് വലിയ രീതിയിൽ അൺചേഞ്ച്ഡ് ആയിട്ട് തുടരുന്നു. ഇത് തന്നെയാണ് നമ്മൾ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റിൻ്റെ കാര്യത്തിലും കാണുന്നത്. റൂറൽ LFPR 56.6% അൺചേഞ്ച്ഡ് ആയിട്ട് തുടരുന്നു. അതിന് തന്നെയാണ് ഒരു അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ചെറിയ രീതിയിൽ ഒരു സോഫ്റ്റ്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. അർബൻ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റിലാണ് ഇതിലൊരു കൺസേണിങ് ഫാക്ടർ വരുന്നത്. 49.8%, മെയ് മാസത്തിൽ 49.8% നിന്ന് 50.1% അത് ഉയരുമ്പോൾ അതിനർത്ഥം വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ, ഐദർ ഇപ്പോൾ ഓൾറെഡി എംപ്ലോയിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വർക്ക് സീക്ക് ചെയ്യുന്ന, ജോലി ചെയ്യാൻ താല്പര്യമുള്ള എന്നാൽ ഇപ്പോൾ ജോലി ലഭിക്കാത്ത ആ ഒരു പോപ്പുലേഷൻ, വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ അർബൻ ഏരിയാസിൽ ഉയരുന്നതും അതേസമയം അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് അർബൻ ഏരിയാസിൽ ഉയരുന്നതും
അത് കാണിക്കുന്നത് അർബൻ ഏരിയാസിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ജോലി ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ജോലി ലഭിക്കാനുള്ള സാഹചര്യമില്ല എന്നാണ്. അതിനൊരു ഫാക്ടറായിട്ട് ഇനി വരും ഒരു 1 or 2 ക്വാർട്ടേഴ്സിൽ ഏറ്റവും കൂടുതൽ പ്ലേ ഔട്ട് ചെയ്യാൻ പോകുന്നത് ഈ ജിയോ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് തന്നെയാണ്. കാരണം ഈ യുദ്ധം കൂടുതലായിട്ട് മുറുകുകയാണെങ്കിൽ അതിൻ്റെ ഇൻഫ്ലേഷണറി പ്രഷേഴ്സ്, ക്രൂഡ് ഓയിൽ പ്രൈസസ് ഒക്കെ ഉയരുമ്പോൾ അതിൻ്റെ ഇൻഫ്ലേഷണറി പ്രഷേഴ്സിൻ്റെ ഭാഗമായി ഈ സർവീസ് സെക്ടറിലുള്ള അല്ലെങ്കിൽ മാനുഫാക്ചറിങ് സെക്ടറാണ് ഏറ്റവും കൂടുതലധികം ഈ ഇൻഫ്ലേഷണറി പ്രഷേഴ്സിൽ ഹേർട്ട് ആവാൻ പോകുന്നത്. കാരണം ഈ ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ടതൊക്കെ തന്നെ ലോജിസ്റ്റിക്സ് ആയാലും ട്രാൻസ്പോർട്ടേഷൻ ആയാലും മറ്റ് എലൈഡ് പ്രൊഡക്ട്സ് ആണെങ്കിലും ഈ ഫോർ എക്സാമ്പിൾ പെയിൻറ്റ്സ് ആണെങ്കിലും കെമിക്കൽസ് ആണെങ്കിലും അല്ലാതെ തന്നെ ഓട്ടോ ഡെറിവേറ്റീവ്സ് ആണെങ്കിൽ പോലും എല്ലാം ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ലിങ്ക്ഡ് ആയതുകൊണ്ട് തന്നെ മാനുഫാക്ചറിങ് സെക്ടറിലായിരിക്കും ഏറ്റവും കൂടുതൽ ഒരു എംപ്ലോയ്മെൻറ്റ് ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഏതെങ്കിലും ഒരു വിധത്തിൽ വലിയ രീതിയിൽ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ബാസ്ക്കറ്റ് വാല്യൂ, അതിൻ്റെ ഒരു പ്രൈസിങ് ബില്ല് ഉയരുകയാണെങ്കിൽ അതൊക്കെ തന്നെ ഈ മാനുഫാക്ചറിങ് ബിസിനസ്സിൻ്റെ റവന്യൂസിനെ ബാധിക്കുകയും പ്രോഫിറ്റ്സിനെ ബാധിക്കുകയും അതുകൊണ്ട് തന്നെ ഈ മാനുഫാക്ചറിങ് ബിസിനസ്സിന് അവരുടെ വർക്ക് ഫോഴ്സിൽ നിന്നൊരു ലേ ഓഫ് നടത്തേണ്ടി വരികയും അല്ലെങ്കിൽ അവരുടെ എക്സിസ്റ്റിംഗ് വർക്ക് ഫോഴ്സിൽ ചെറിയ രീതിയിൽ ഒക്കെ വേജസ് ഒക്കെ കുറയ്ക്കേണ്ടതായും വരും. അതിനൊപ്പം തന്നെ നമ്മൾ എടുത്തു വായിക്കേണ്ടതാണ് ഈ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് അർബൻ ഏരിയാസിൽ കൂടുന്നത് ഇപ്പോൾ IT സർവീസസ് പോലെയുള്ള സെക്ടറിൽ ജോബ് ക്രിയേഷൻ കുറഞ്ഞത് കാരണമാണ് എന്ന് റിപ്പോർട്ടുകൾ പറയുമ്പോൾ നമ്മൾ അതിനൊപ്പം തന്നെ എടുത്തു വായിക്കേണ്ടതാണ് ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള IT കമ്പനികളുടെ ബിസിനസ് അപ്ഡേറ്റ്സിലെല്ലാം അവരുടെ നെറ്റ് പ്രോഫിറ്റിൽ വന്നിട്ടുള്ള കുറവ് അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റിൽ വന്നിട്ടുള്ള കുറവൊക്കെ അവരുടെ എംപ്ലോയി ഹെഡ് കൗണ്ടുമായി ബന്ധപ്പെട്ട് എംപ്ലോയി കോസ്റ്റ് കൂടി എന്ന രീതിയിലാണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തു കാണേണ്ട ഒരു കാര്യം, ജോബ് ക്രിയേഷൻ നടക്കുന്നില്ലെങ്കിലും IT സർവീസസ് മേഖലയിൽ ജോബ് ക്രിയേഷൻ നടക്കുന്നില്ലെങ്കിലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ജോബ്സിൽ, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള IT എംപ്ലോയീസിൽ, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സർവീസ് സെക്ടർ എംപ്ലോയീസിൽ കമ്പനികൾക്ക് അവരുടെ എംപ്ലോയി കോസ്റ്റ് വർദ്ധിക്കുന്നു, സാലറി കോസ്റ്റ് വർദ്ധിക്കുന്നു, മറ്റ് ഓവർഹെഡ് കോസ്റ്റുകൾ വർദ്ധിക്കുന്നു എന്നതും ഈ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റുമായി ബന്ധപ്പെട്ടും ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റുമായി ബന്ധപ്പെട്ടും നമ്മൾ ഒരേ രീതിയിൽ നോക്കിക്കാണേണ്ട ഒരു ഫാക്ടറാണെങ്കിൽ. തോമസ്, അടുത്തായിട്ട് പോകാനായിട്ടുള്ളത് ഒരു പാദഫലത്തിലേക്കാണ്. നിലവിലിപ്പോൾ ഏഞ്ചൽ വണ്ണിൻ്റെ 2027 സാമ്പത്തിക വർഷത്തിൻ്റെ 1ാം പാദഫലം നിലവിലിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്നൊരു വാർത്തയാണ് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വരുമാനത്തിലേക്ക് വരികയാണെങ്കിൽ ഇയർ ഓൺ ഇയറിൽ ഏകദേശം 25.4% ഒരു വലിയൊരു വർധനവ് തന്നെ കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. എബിഡയിലേക്ക് വരുമ്പോൾ 85.1% വർധനവ് കൊണ്ട് ഏകദേശം 360 കോടി രൂപയിലേക്ക് എത്താനും എബിഡ മാർജിൻ 32.7% എന്ന് പറഞ്ഞ ഒരു നിരക്കിലുമാണ്. നെറ്റ് പ്രോഫിറ്റിലേക്ക് വരുമ്പോൾ അതിശക്തമായ ഒരു പ്രകടനം തന്നെ ഉണ്ടാകുന്നു. 102.1% വർധനവ് ഇയർ ഓൺ ഇയറിൽ കാഴ്ചവെച്ചുകൊണ്ട് 231.4 കോടി രൂപയുടെ ഒരു ലാഭമാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നത്. അതായത് വലിയ രീതിയിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പ്രകടനം തന്നെ ഉണ്ടാകുന്നു. അതായത് ഒരു ഫിൻടെക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അനലൈസ് ചെയ്യുമ്പോൾ റവന്യൂ ഗ്രോത്ത് 25% ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ പറയുന്നത് റവന്യൂക്കാൾ വേഗത്തിലാണ് കമ്പനിയുടെ എബിഡ വളരുന്നത് എന്നത് ആ ഒരു കമ്പനിയുടെ ഓപ്പറേഷണൽ എഫിഷ്യൻസി അതിശക്തമായിട്ട് തന്നെ നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് നിലവിലിപ്പോൾ ഏഞ്ചൽ വണ്ണിൻ്റെ ഈ ഒരു പാദഫലം സൂചിപ്പിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റിലേക്ക് വരികയാണെങ്കിലും ഹയർ റവന്യൂ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ അതിനേക്കാൾ മുകളിലേക്ക് അതിനെ ടോട്ടൽ പ്രോഫിറ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കമ്പനിക്ക് സാധിക്കുന്നു. ആ ഒരു മോഡൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത്, അതായത് ഒരു പോസിറ്റീവ് സൈക്കിൾ ഉണ്ടാകുമ്പോൾ ഈ ഒരു കമ്പനിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പാദഫലത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഒരു ബിസിനസ്സിൻ്റെ ഒരു ക്വാളിറ്റി കൂടിയാണ് നിലവിലിപ്പോൾ രേഖപ്പെടുത്തുന്നത്. അടുത്തായിട്ട് ബിസിനസ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കസ്റ്റമർ ഗ്രോത്ത് ഏകദേശം 3.86 യൂസേഴ്സാണ് പുതുതായിട്ട് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നത്. അതായത് പുതിയ ഇൻവെസ്റ്റേഴ്സ് വിപണിയിലേക്ക് കടന്നു വരുമ്പോൾ അത് ഏഞ്ചൽ വണ്ണിലേക്ക് കൂടുതലായിട്ട് പോകുന്നു എന്നൊരു കണക്ക് തന്നെയാണ് നിലവിൽ ഇത് സൂചിപ്പിക്കുന്നത്. ഇവിടുത്തെ ക്ലയൻറ്റ് ഫണ്ടിങ് നോക്കുകയാണെങ്കിൽ ക്ലയൻറ്റ് ഫണ്ടിങ്ങിൽ നിന്ന് 6140 കോടി രൂപ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഹയർ ട്രേഡിംഗ് ആക്ടിവിറ്റിയും കൂടാതെ ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു കസ്റ്റമർ എൻഗേജ്മെൻറ്റും നിലവിൽ ഇപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അസറ്റ് അണ്ടർ കസ്റ്റഡി പരിശോധിക്കുകയാണെങ്കിൽ 1.70 ലക്ഷം കോടി രൂപയുടെ അസറ്റ് അണ്ടർ കസ്റ്റഡിയാണുള്ളത്. കൂടാതെ കസ്റ്റമേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒക്കെ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ മുകളിലോട്ട് പോകുന്ന ഒരു ട്രെൻഡും ഏഞ്ചൽ വണ്ണിന് വലിയ രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റിയാണ്. വെൽത്ത് മാനേജ്മെൻറ്റ് ബിസിനസ്സിലേക്ക് കൂടി നിലവിലിപ്പോൾ കമ്പനി കടന്നിട്ടുണ്ട്.
അതിലെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ വെൽത്ത് മാനേജ്മെൻറ്റ്, അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് 13,440 കോടി രൂപയായിട്ടുള്ള ഒരു വർധനവ്. ഇയർ ഓൺ ഇയറിൽ നോക്കുകയാണെങ്കിൽ 165.3% ഒരു ത്രസിപ്പിക്കുന്ന ഒരു വളർച്ച കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രകടനം വിലയിരുത്തുകയാണെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടും നിലവിലിപ്പോൾ ഈ ഒരു ഏഞ്ചൽ വണ്ണിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് ഇൻവെസ്റ്റേഴ്സ് വരുന്നു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ ഒരു ഈസിനെസ് ഓഫ് യൂസിങ് എന്ന് പറയുന്നത് നിലവിൽ ഏഞ്ചൽ വണ്ണിനെ സംബന്ധിച്ചിടത്തോളം പല കസ്റ്റമേഴ്സും പ്രിഫർ ചെയ്യുന്ന ഒരു ഘടകമായിട്ട് കൂടെ നിലനിൽക്കുന്നുണ്ട്. അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി പരിശോധിക്കുകയാണെങ്കിൽ 620 കോടി രൂപയുടെ ഒരു മ്യൂച്വൽ ഫണ്ട് ബിസിനസ്സാണ് നിലവിലിപ്പോൾ ഏഞ്ചൽ വൺ നടത്തി വരുന്നത്. അതിലേക്ക് പരിശോധിക്കുകയാണെങ്കിലും ഒരു വളർച്ച രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂഷൻ 530 കോടി രൂപയിലെത്തുന്നു. ട്രേഡിംഗ് ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഓർഡർ എക്സിക്യൂട്ടഡ് ഏകദേശം 406.1 മില്യൺ എന്ന് പറഞ്ഞ ഒരു നിരക്കിലേക്ക് എത്തുന്നു. പ്രീമിയം ആവറേജ് ഡെയിലി ടേൺ ഓവർ എന്ന് പറയുന്നത് 2.60 ലക്ഷം കോടി രൂപയായിട്ട് വർദ്ധിക്കുന്നതും ടോട്ടൽ മാർക്കറ്റ് ഷെയറിൻ്റെ ഡിമാറ്റ് മാർക്കറ്റ് ഷെയറിൻ്റെ 16.7% ആൾക്കാരും ഏഞ്ചൽ വണ്ണിനെ പ്രിഫർ ചെയ്യുന്നു എന്നുള്ളതും ഈ മേഖലയിൽ ഒരു സീരിയസ് പ്ലെയറായിട്ട് അല്ലെങ്കിൽ വലിയ ഒരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു പ്ലെയറായിട്ട് കൂടി നിലവിലിപ്പോൾ ഏഞ്ചൽ വണ്ണിനെ മാറ്റി തീർക്കുന്നുണ്ട്. നിഖിൽ, നമ്മൾ ഏഞ്ചൽ വൺ ലിമിറ്റഡ്, ഫോർമർലി നോൺ ആസ് ഏഞ്ചൽ ബ്രോക്കിംഗ് ലിമിറ്റഡ്, ഈ കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 1996 ഒരു ഇന്ത്യൻ സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേമായിട്ട് ഏഞ്ചൽ വൺ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. നമുക്ക് അറിയാവുന്നതുപോലെ ഗ്രോയും സെറോദയും ഒക്കെ വരുന്നേക്കാട്ട് മുമ്പ് തന്നെ ടെക് ഫ്രണ്ട്ലി അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ എന്ന രീതിയിൽ വന്നതാണ് ഏഞ്ചൽ വൺ എന്ന കമ്പനി. ഈ ഏഞ്ചൽ വൺ എന്ന കമ്പനി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഇയർ 2027 ക്വാർട്ടർ 1 ഇൻവെസ്റ്റർ പ്രസൻറ്റേഷനിൽ പറഞ്ഞിട്ടുള്ള ചില ഇമ്പോർട്ടൻസ് കാര്യങ്ങളുണ്ട്. ഞാൻ അവരുടെ ഇൻവെസ്റ്റർ പ്രസൻറ്റേഷനിലൂടെ പോവുകയായിരുന്നു. വളരെ വലിയ രീതിയിലൊരു ട്രാൻസിഷൻ ഇയർ ആയിട്ടാണ് ഏഞ്ചൽ വൺ ഇപ്പോൾ 2027 ഫൈനാൻഷ്യൽ ഇയറിനെ കാണുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. AI എങ്ങനെയാണ് സ്റ്റോക്ക് ട്രേഡിങ്ങിലേക്ക് അല്ലെങ്കിൽ AI എങ്ങനെയാണ് ബ്രോക്കിംഗ് ഫേംസിനെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് എന്നത് വളരെ വലിയ രീതിയിൽ ലേ ഔട്ട് ചെയ്തിട്ടുണ്ട് ഏഞ്ചൽ വൺ അവരുടെ ഇൻവെസ്റ്റർ പ്രസൻറ്റേഷനിൽ. അവിടെയാണ് ഏഞ്ചൽ വണ്ണിനെ ഈ ഒരു വർഷത്തിൽ അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ എങ്ങനെയാണ് വെറും ഒരു സ്റ്റോക്ക് ബ്രോക്കർ എന്ന ലെവലിൽ നിന്ന് അല്ലെങ്കിൽ വെറും ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം എന്ന ലെവലിൽ നിന്ന് ഒരു ഫുൾ സ്റ്റാക്ക് ഫൈനാൻഷ്യൽ സർവീസ് പ്ലാറ്റ്ഫോമായിട്ട് കമ്പനി എങ്ങനെ ട്രാൻസിഷൻ ചെയ്യും എന്നത് ഈ ഒരു ഇൻവെസ്റ്റർ പ്രസൻറ്റേഷനിൽ അവർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഒരു ഫസ്റ്റ് ടൈം ഇൻവെസ്റ്റർ മുതൽ അഫ്ലുവൻറ്റ് വെൽത്ത് മാനേജ്മെൻറ്റ് ക്ലയൻസിന് വരെ ഫുൾ സ്റ്റാക്കായിട്ട് എങ്ങനെയാണ് ഈ ഏഞ്ചൽ വണ്ണിന് കമ്പനിക്ക് അവരുടെ സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക എന്നതാണ് എടുത്തു പറയുന്നത്. നമ്മൾ ഫുൾ സ്റ്റാക്ക് എന്ന് നമ്മൾ കേട്ടിട്ടുള്ളത് ടെക് കമ്പനികളുമായി ബന്ധപ്പെട്ടാണ്. ആ ഒരു ഫുൾ സ്റ്റാക്ക് മോഡ് ഇപ്പോൾ ബ്രോക്കിംഗ് കമ്പനികളിലേക്ക് വരുന്നു എന്ന് പറയുന്നത് വലിയ രീതിയിലൊരു ടെക്നിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ്, വലിയ രീതിയിലൊരു ടെക്നിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആവശ്യമായി വരുന്നു എന്നതാണ്. അവരുടെ കോർ സ്ട്രാറ്റജി അവർ ലേ ഔട്ട് ചെയ്തിട്ടുള്ളത് 1 പ്ലാറ്റ്ഫോം, 1 വാലറ്റ്, മൾട്ടിപ്പിൾ ഫൈനാൻഷ്യൽ പ്രൊഡക്ട്സ്, AI ഡ്രിവൺ പേഴ്സണലൈസേഷൻ, ഹൈ കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ. ഈ ഒരു 5 പ്രിൻസിപ്പിൾസാണ് അവരുടെ കോർ സ്ട്രാറ്റജി ആയിട്ട് ഈ ഇൻവെസ്റ്റർ പ്രസൻറ്റേഷനിൽ എടുത്തു പറയുന്നത്. അവിടെയാണ് ഏഞ്ചൽ വണ്ണിൻ്റെ സ്കെയിൽ നമ്മൾ ഒന്ന് ചെറുതായിട്ട് അനലൈസ് ചെയ്യേണ്ടത്. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് റീറ്റെയിൽ ഇൻവെസ്റ്റിംഗ് എക്കോസിസ്റ്റംസ് ആണ് ഏഞ്ചൽ വൺ എന്നുള്ളത്. നിഖിൽ പറഞ്ഞതുപോലെ ഓൾമോസ്റ്റ് 38.6 മില്യൺ യൂസേഴ്സ്, 3,86,00,000 യൂസേഴ്സ്, 1.3 million gross acquisitions, 1.7 trillion rupees assets under custody. ഇതാണ് ഏഞ്ചൽ വണ്ണിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് റീറ്റെയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ലാർജസ്റ്റ് റീറ്റെയിൽ ഇൻവെസ്റ്റിംഗ് എക്കോസിസ്റ്റം എന്ന് ഏഞ്ചൽ വണ്ണിനെ പറയുന്നത്. അവിടെയാണ് ഏഞ്ചൽ വണ്ണിൻ്റെ ബിസിനസ്സിൽ മേജർ ബിസിനസ് സ്ട്രാറ്റജിയിലുള്ള ഒരു ഷിഫ്റ്റ് ഈ ഇൻവെസ്റ്റർ പ്രസൻറ്റേഷനിൽ എടുത്തു പറയുന്നത്. അക്വിസിഷനിൽ നിന്ന്, യൂസർ അക്വിസിഷനിൽ നിന്ന് എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ യൂസർ അക്വിസിഷന് വേണ്ടി മാത്രം ഡിസ്കൗണ്ടുകളും ഓഫറുകളും സർവീസസും പ്രൊവൈഡ് ചെയ്യുന്ന ബിസിനസ്സിൽ നിന്ന് മോണിറ്റൈസേഷൻ ബിസിനസ്സിലേക്കുള്ള ഒരു ഷിഫ്റ്റ് ആയിട്ടാണ് ഫൈനാൻഷ്യൽ ഇയർ 2027 ഏഞ്ചൽ വൺ ഇപ്പോൾ എടുത്തു കാണിക്കുന്നത്. അതിൽ തന്നെ അവർ പറയുന്നത് അവരുടെ എക്സ്പാൻഷൻ സ്ട്രാറ്റജി ആയിട്ട് പറയുന്നത് ബ്രോക്കിംഗ്, മ്യൂച്വൽ ഫണ്ട്സ്, ക്രെഡിറ്റ്, വെൽത്ത് മാനേജ്മെൻറ്റ്, അസറ്റ് മാനേജ്മെൻറ്റ്, ഇൻഷുറൻസ് എന്നീ പ്രൊഡക്റ്റുകളിൽ, ഇൻഷുറൻസ് എന്നീ സെക്ടറുകളിൽ അഡീഷണൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്തുകൊണ്ട്, അഡീഷണൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് അലോക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ എന്നൊരു ഫാക്ടറിനെ മുൻനിർത്തിക്കൊണ്ട് ജസ്റ്റ് ഒരു യൂസർ അക്വിസിഷൻ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ അക്വിസിഷൻ എന്നൊരു സ്ട്രാറ്റജിയിൽ നിന്ന് മാറി ഒരു കസ്റ്റമറിൻ്റെ ലൈഫ് ടൈമിൽ ആവശ്യമുള്ള എല്ലാ
ഫൈനാൻഷ്യൽ പ്രൊഡക്ട്സും ഡെവലപ്പ് ചെയ്ത് ആ കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നൊരു ബ്രോഡർ ബിസിനസ് സ്ട്രാറ്റജിയിലേക്ക് മാറുന്നതാണ് നമ്മൾ കാണുന്നത്. അവിടെയാണ് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളത് വളരെ വലിയ രീതിയിൽ കമ്പനി ഉപയോഗിക്കാൻ പോകുന്നത്. അവർ ഏതൊക്കെ ഫാക്ടേഴ്സിലാണ്, ഏതൊക്കെ സ്റ്റെപ്സിലാണ് AI ഉപയോഗിക്കാൻ പോകുന്നത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇൻവെസ്റ്റർ പ്രസൻറ്റേഷനിൽ എടുത്തു പറയുന്നുണ്ട്. കസ്റ്റമർ ഓൺബോർഡിംഗ്, KYC വെരിഫിക്കേഷൻ, കസ്റ്റമർ സപ്പോർട്ട്, സെയിൽസ് അനലിറ്റിക്സ്, കോഡിംഗ്, വെൽത്ത് അഡ്വൈസറി, പോർട്ട്ഫോളിയോ റെക്കമെൻഡേഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസ്കവറി. നമുക്കറിയാവുന്നതാണ് കസ്റ്റമർ ഓൺബോർഡിങ്ങുമായി ബന്ധപ്പെട്ടും KYC വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ടും കസ്റ്റമർ സപ്പോർട്ടുമായി ബന്ധപ്പെട്ടുമാണ് ഏറ്റവും കൂടുതലധികം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ റീറ്റെയിൽ വെൽത്ത് മാനേജ് ചെയ്യുന്ന ക്ലയൻസ് ഏറ്റവും കൂടുതൽ ഈ ബ്രോക്കിംഗ് ഫേംസുമായിട്ടോ ട്രേഡ് പ്ലാറ്റ്ഫോംസുമായിട്ടോ ഏറ്റവും കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്നത് ഈ ഒരു 3 കാറ്റഗറീസിലാണ്. കസ്റ്റമർ ഓൺബോർഡിംഗ്, KYC വെരിഫിക്കേഷൻ, കസ്റ്റമർ സപ്പോർട്ട്. ഈ ഒരു 3 കാറ്റഗറീസിലേക്ക് AI-നെ ഉൾപ്പെടുത്തുമ്പോൾ അവിടെ വരുന്നത് ഒരു സ്വിഫ്റ്റ്നെസ് ആണ്. ആ ഒരു എൻറ്റയർ പ്രോസസ്സ് അതിൻ്റെ വേഗം കൂടുന്നതാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാവുന്നതാണ് ഏതൊരു കസ്റ്റമറിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ടൈമാണ്. ഈ ഒരു ടൈം കസ്റ്റമർ ഓൺബോർഡിങ്ങിനാണെങ്കിലും KYC വെരിഫിക്കേഷൻ ആണെങ്കിലും കസ്റ്റമർ സപ്പോർട്ടിനാണെങ്കിലും അതുകൂടാതെ തന്നെ ഈ ഒരു ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ ഒരു സർവീസ് എടുത്തു കഴിഞ്ഞാൽ പോസ്റ്റ് സർവീസ് കസ്റ്റമർ സപ്പോർട്ടിനാണെങ്കിലും അതിൻ്റെ ടൈം കുറച്ച് കൊണ്ടുവരാൻ AI-ക്ക് സാധിച്ചു കഴിഞ്ഞാൽ വളരെ വലിയ രീതിയിലൊരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ റേറ്റ് ഏഞ്ചൽ വണ്ണിന് വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് AI-യിൽ നിന്ന് ഏറ്റവും കൂടുതലായിട്ട് ഏഞ്ചൽ വൺ എടുക്കാൻ പോകുന്ന അഡ്വാൻറ്റേജ് എന്നുള്ളത്. അവിടെയാണ് അവർ ഹൈലൈറ്റ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് 99% ഫേസ് മാച്ച് ആക്യുറസി കമ്പനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് KYC വെരിഫിക്കേഷനിലാണ്. അത് നമ്മൾ ആധാർ കാർഡുമായി ബന്ധപ്പെട്ടൊക്കെയാണ് KYC വെരിഫിക്കേഷൻ വരുന്നത്. അതിൽ 99% ഫേസ് മാച്ച് ആക്യുറസി ഒരു സൗത്ത് ഏഷ്യൻ രാജ്യമായ ഇന്ത്യയിൽ അവർക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ടെക്നോളജിക്കൽ ഫീറ്റ് ആയിട്ട് തന്നെ നമുക്ക് പറയണം. കാരണം ബൈ ഡിഫോൾട്ട് ഈ ഫേസ് മാച്ചിങ് സോഫ്റ്റ്വെയർസൊക്കെ ഒരു വൈറ്റ് സ്കിന്നുള്ള അല്ലെങ്കിൽ ഒരു വൈറ്റർ ടോൺ സ്കിന്നുള്ള ആളുകൾക്ക് വളരെ ഫേവറബിൾ ആയിട്ടും ഒരു ബ്രൗൺ സ്കിന്നുള്ള അല്ലെങ്കിൽ വൈറ്റ് അല്ലാത്ത ടോണുകളുള്ള സ്കിൻ ഫെയർ ഉള്ള ആളുകൾക്കുമായി അൺഫേവറബിൾ ആയിട്ടും മാറുന്നത് നമ്മൾ പല രീതിയിൽ കണ്ടിട്ടുള്ളതാണ്. അത് വളരെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ളതാണ്. അവിടെ ഒരു 99% ഫേസ് മാച്ച് ആക്യുറസി അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ 75% AI അസിസ്റ്റഡ് കോഡിംഗ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ഫൈനാൻഷ്യൽ പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യാനും അത് ഡിപ്ലോയ് ചെയ്യാനും ഡിസൈൻ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും ഡിപ്ലോയ് ചെയ്യാനും 75%ഉം അതിൻ്റെ കോഡിംഗ് ആവശ്യങ്ങൾ അതിൻ്റെ പ്രോഗ്രാമിംഗ് ആവശ്യങ്ങൾ AI ആണ് നടത്തുന്നതെങ്കിൽ അതും വലിയൊരു ടെക്നോളജിക്കൽ ഫീറ്റായിട്ടാണ് പറയുന്നത്. അവിടെയാണ് ഈ AI അസിസ്റ്റൻ്റ് കസ്റ്റമേഴ്സ് ഉപയോഗിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം വരുന്നത്. നമുക്കറിയാവുന്നതാണ് ആമസോൺ പ്രൈമിൽ റൂഫസ് എന്നൊരു AI അസിസ്റ്റൻസ് ഉണ്ട്. അത് എത്ര പേര് ഉപയോഗിക്കുന്നു എന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ റൂഫസ് ഉപയോഗിക്കുന്നത് മെയിനായിട്ട് അവരുടെ കസ്റ്റമർ ചാറ്റിലേക്കോ കസ്റ്റമർ കോൾ എന്നൊരു സെക്ഷനിലേക്കോ എത്താനാണ്. അതുകൂടാതെ റൂഫസ് അധികം ആരും ഉപയോഗിക്കുന്നുണ്ട് എന്ന രീതിയിൽ എനിക്ക് പേഴ്സണലായിട്ട് അറിയില്ല. അതുകൂടാതെ തന്നെ നമുക്കറിയാവുന്നതാണ് മറ്റ് പല രീതിയിലുള്ള AI അസിസ്റ്റൻറ്റ് പ്ലാറ്റ്ഫോംസ് മറ്റ് വെബ്സൈറ്റുകളുടെ ഭാഗമായി ഉണ്ട്. എന്നാൽ ഏഞ്ചൽ വണ്ണിലേക്ക് വരികയാണെങ്കിൽ അവർ ഈ ഇൻവെസ്റ്റർ പ്രസൻറ്റേഷനിൽ പറയുന്നത് 1.1 മില്യൺ യൂസേഴ്സ് അവരുടെ ആസ്ക് ഏഞ്ചൽ AI അസിസ്റ്റൻറ്റ് യൂസ് ചെയ്തു എന്നാണ്. 1.1 മില്യൺ യൂസേഴ്സ് എന്ന് പറയുമ്പോൾ 11 ലക്ഷം യൂസേഴ്സാണ്. ഇന്ത്യ പോലുള്ളൊരു ടെക്നോളജിക്കൽ മാർക്കറ്റിൽ, ഇന്ത്യ പോലുള്ളൊരു എക്കോസിസ്റ്റത്തിൽ 11 ലക്ഷം പേര് ആസ്ക് ഏഞ്ചൽ AI അസിസ്റ്റൻറ്റ് എന്ന ഒരു ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു വെബ്സൈറ്റിൽ ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമിനുള്ളിൽ എംബഡ് ചെയ്തിരിക്കുന്ന ഒരു AI അസിസ്റ്റൻറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ AI അസിസ്റ്റൻറ്റിന് നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുന്നു. ആ കസ്റ്റമറിൻ്റെ ക്വയറി കസ്റ്റമർ സപ്പോർട്ട് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ്. അവിടെയാണ് ഒരു വെൽത്ത് മാനേജ്മെൻറ്റ് നിഖിൽ പറഞ്ഞതുപോലെ ഒരു ഇമ്പോർട്ടൻറ്റ് മേജർ ഗ്രോത്ത് എഞ്ചിനായിട്ടും ഇപ്പോൾ ഏഞ്ചൽ വൺ പറയുന്നത്. തോമസ്, ഇതിൽ ക്രൂഷ്യലായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഞ്ചൽ വണ്ണിൻ്റെ റവന്യൂ അല്ലെങ്കിൽ ഇൻകം എങ്ങനെ വരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറെക്കുറെ വന്നുകൊണ്ടിരിക്കുന്നത് ട്രേഡിംഗ് ആക്ടിവിറ്റി വഴി തന്നെയാണ്. അതായത് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. തീർച്ചയായിട്ടും ട്രേഡിംഗ് വഴി തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ റവന്യൂ വരിക. എന്നാൽ ഈ ഒരു ട്രേഡിംഗ് റവന്യൂയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈലി വോളറ്റൈൽ ആയിരിക്കും. അതായത് ഒരു കമ്പനി എന്നുള്ളൊരു നിലയിൽ പരിശോധിക്കുമ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു റവന്യൂ സ്ട്രീം എപ്പോഴും ഉറപ്പ് വരുത്തണമെങ്കിൽ അതിന് ഈ ഒരു ട്രേഡിംഗ് ആക്ടിവിറ്റിക്ക് പുറത്ത് കടക്കേണ്ടി വരും. അവിടെയാണ് ഈ ഒരു കമ്പനി ഇപ്പോൾ ഏറ്റവും കൃത്യമായ രീതിയിൽ
അതിൻ്റെ AI ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിലവിലിപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ അക്വിസിഷനും അല്ലെങ്കിൽ ഓൺ ബോർഡിങ്ങിനും വേണ്ടിയിട്ട് മാത്രമല്ല, ഇവരുടെ ഫൈനാൻസ് ബിസിനസ് നോക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് വരെ AI വളരെ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നാണ് നിലവിലിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഫാസ്റ്റർ ആയിട്ടുള്ള ലോൺ അപ്രൂവൽസ് നൽകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു, മികച്ച രീതിയിലുള്ള ഒരു റിസ്ക് മാനേജ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നതും AIയുടെ ഒരു ഗുണമാണ്. അതായത് കമ്പനി ഇപ്പോൾ വെൽത്ത് എക്കോസിസ്റ്റം വലിയ രീതിയിൽ തന്നെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു എന്ന് നമ്മൾ പറയുന്നു. അതായത് ട്രേഡിങ്ങിൽ നിന്ന് മാറിയിട്ട് സ്റ്റോക്സ്, മ്യൂച്വൽ ഫണ്ട്, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്, വെൽത്ത് അഡ്വൈസറി, ലെൻഡിങ്, അസറ്റ് മാനേജ്മെൻറ്റ് എന്നീ പറയുന്ന മേഖലകളിലേക്കൊക്കെ തന്നെ കടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമായിട്ട് ഈ ഒരു കമ്പനിയെ നിലനിർത്തുന്നതും നിലവിലിപ്പോൾ AI ആയിട്ട് മാറുന്നു. അതായത് കമ്പനി ഇപ്പോൾ അതിശക്തമായിട്ട് തന്നെയാണ് നിലവിലിപ്പോൾ AIയിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ വലിയ രീതിയിലുള്ള ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജും നിലവിലിപ്പോൾ ഏഞ്ചൽ വണ്ണിൽ ലഭിക്കുന്നു എന്നൊരു കാര്യം നമ്മൾ ഒരിക്കലും വിട്ടുപോകരുത്. അതായത് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വലിയ രീതിയിൽ തന്നെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. കസ്റ്റമർ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ AI ചാറ്റ്ബോട്ട് അടക്കം ഉള്ളത് കൊണ്ട് തന്നെ വളരെ മികച്ച രീതിയിൽ കസ്റ്റമർ എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ക്രോസ് സെല്ലിംഗ് നോക്കുകയാണെങ്കിൽ AI പ്ലാറ്റ്ഫോംസിൻ്റെ അടക്കം തന്നെ ഒരു യൂസേജ് കൊണ്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ലെൻഡിങ് ഡിസിഷൻ കൂടുതൽ കൃത്യമായ രീതിയിൽ നടത്താൻ വേണ്ടിയിട്ടും സാധിച്ചു എന്ന വളരെ പോസിറ്റീവായ ഒരു ഫീഡ്ബാക്ക് തന്നെയാണ് നിലവിലിപ്പോൾ വന്നിട്ടുള്ളത്. പ്രോഫിറ്റബിലിറ്റി പരിശോധിക്കുകയാണെങ്കിലും റാപ്പിഡ്ലി ഉള്ള ഒരു ഗ്രോത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടും നിലവിലിപ്പോൾ ഒരു AIയിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നത് നിലവിലിപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് കൂടാതെയാണ് നിലവിലിപ്പോൾ കസ്റ്റമർ ബേസ് നോക്കുകയാണെങ്കിൽ കമ്പനിക്ക് അതിശക്തമായിട്ട് തന്നെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ട്രേഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് മാർക്കറ്റിലേക്കും കൂടുതൽ ആളുകൾ കടന്നു വരുന്നു. ആ കടന്നു വരുന്നതിൽ കൂടുതൽ അക്വിസിഷൻ നടത്തുന്ന ഒരു കമ്പനിയായിട്ട് ഇവർക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഏഞ്ചൽ വൺ എന്ന് പറയുന്ന ആ ഒരു കമ്പനി അവരെ പൊസിഷൻ ചെയ്തിരിക്കുന്ന ആ ഒരു പൊസിഷനിങ്ങിൻ്റെ ഒരു ബെനിഫിറ്റ് കൂടി നിലവിലിപ്പോൾ കമ്പനിക്ക് ലഭിക്കുന്നു എന്ന് തന്നെയാണ് നിലവിലിപ്പോൾ പല അനലിസ്റ്റുകളുടെയും ഒരു ഇൻഡിക്കേഷനായിട്ടും നിലവിലിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. കമ്പനിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് പരിശോധിക്കുകയാണെങ്കിൽ റവന്യൂ ഗ്രോത്ത് എന്ന് പറയുന്നത് കമ്പനിക്ക് വലിയ രീതിയിലുള്ള ഒരു അഡ്വാൻറ്റേജ് നൽകുന്നുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ഇരട്ടിയിൽ അധികം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത് അവരുടെ ഒരു വർക്കിംഗ് ഏത് രീതിയിലാണ് അതിൻ്റെ എഫിഷ്യൻസിയുടെ ഒരു ഇൻഡിക്കേഷനായിട്ട് കൂടി നിലനിൽക്കുന്നു. അതുകൂടാതെ ഓപ്പറേറ്റിംഗ് മാർജിനും വളരെ കൃത്യമായ രീതിയിൽ തന്നെ കമ്പനിക്ക് നടത്താൻ വേണ്ടിയിട്ടും സാധിക്കുന്നുണ്ട്. അതായത് ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്ന ഒരു ഫേസിൽ കൂടി ഓപ്പറേറ്റിംഗ് മാർജിൻ കൃത്യമായി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും വെൽത്ത് മാനേജ്മെൻറ്റ് രംഗത്ത് അതായത് ഇന്ത്യയുടെ തന്നെ ഫ്യൂച്ചർ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ വെൽത്ത് മാനേജ്മെൻറ്റിൽ വലിയ രീതിയിലുള്ള ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് തന്നെയാണ് നിലവിലിപ്പോൾ എക്സ്പെക്ട് ചെയ്യപ്പെടുന്നത്. അതായത് നഗരങ്ങളിലൊക്കെ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഹൈലി അഫ്ലുവൻ്റ് ആയിട്ടുള്ള HNIസും UHNIസും ഒക്കെ തന്നെ വർദ്ധിച്ചു വരുന്ന ഈ ഒരു സിറ്റുവേഷനിൽ വെൽത്ത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ഫൈനാൻഷ്യൽ സർവീസസ് മേഖലയുടെ ഒരു ഫ്യൂച്ചറായിട്ട് നിലകൊള്ളും എന്ന് തന്നെയാണ് പൊതുവെ കണ്ടുവരുന്നത്. ആ ഒരു മേഖലയിലേക്കും അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് നിലവിലിപ്പോൾ ഇടപെടാൻ വേണ്ടിയിട്ടും കമ്പനിക്ക് സാധിക്കുന്നുണ്ട്. കൂടാതെ കസ്റ്റമർ ബേസ് വർദ്ധിപ്പിക്കുന്നതും ഡൈവേഴ്സിഫൈ ആയിട്ടുള്ള ഒരു ബിസിനസ്സിലേക്ക് കടക്കുന്നു. അതായത് ബ്രോക്കറേജ് ബിസിനസ്സിൽ നിന്ന് അല്ലാതെ മറ്റ് റവന്യൂ സ്ട്രീംസും നിലവിലിപ്പോൾ വളരെ കൃത്യമായ രീതിയിൽ തന്നെ ടാപ്പ് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു കമ്പനിക്ക് സാധിക്കുന്നതും AIയിലുള്ള ഒരു എഫിഷ്യൻസി വർദ്ധിപ്പിച്ചിരിക്കുന്നതും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റി നിലവിലിപ്പോൾ ഏഞ്ചൽ വണ്ണിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തോമസ് നിഖിൽ, നമുക്കിപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തൊരു 45 മിനിറ്റ്സ് ആയിരിക്കും. നമുക്ക് മാർക്കറ്റ് അപ്ഡേറ്റ്സ് എടുക്കേണ്ടതുണ്ട്. മാർക്കറ്റ് അപ്ഡേറ്റ്സുമായി റിസർച്ച് ഡെസ്കിൽ നിന്ന് നയന ജോയിൻ ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ് നയന. ഗുഡ് മോർണിംഗ് തോമസ്. നയന, നമ്മൾ ഓവറോൾ ഗ്ലോബൽ ക്യാപിറ്റൽ മാർക്കറ്റ് സിറ്റുവേഷൻസ് നോക്കുകയാണെങ്കിൽ നല്ല പോസിറ്റീവായിട്ടാണ് ഇന്നലെ US മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. എന്നാൽ ഇന്ന് ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഒരു നെഗറ്റീവ് ട്രെൻഡ് കാണുന്നുണ്ട്. അതിനിടയിൽ ഇന്ത്യൻ മാർക്കറ്റ് ഒരു പോസിറ്റീവായിട്ടുള്ള ട്രെൻഡ് തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട്. നിഫ്റ്റി 50.25% മുന്നേറി ട്രേഡ് ചെയ്യുകയാണ്. എന്നാൽ നിഫ്റ്റി ബാങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സെൻറ്റിമെൻറ്റ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. 0.18% ഇടിഞ്ഞാണ് നിഫ്റ്റി ബാങ്കിൽ ട്രേഡിംഗ് നടക്കുന്നത്. എന്തൊക്കെയാണ് മാർക്കറ്റ് അപ്ഡേറ്റ്സ് ആയിട്ട് ഷെയർ ചെയ്യാനുള്ളത്? യെസ് തോമസ്, എന്തായാലും നിഫ്റ്റി 50 ഇപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ട്രേഡിംഗ് തുടരുമ്പോഴും ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഫ്ലാറ്റ് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ട്രേഡിംഗ് ആണ്. തീരെ സ്ട്രെങ്ത് കാണിക്കുന്നില്ല. ബാങ്ക് നിഫ്റ്റിയിൽ 0.17% ഒരു ഡിക്ലൈൻ ആണ് ഇപ്പോൾ കാണാവുന്നത്. നിഫ്റ്റി 50ലേക്ക് വരികയാണെങ്കിൽ 0.22% ഒരു നേട്ടമാണ് കാണാവുന്നത്. അപ്പം ബാങ്ക് നിഫ്റ്റിയിൽ 98 പോയിന്റുകളുടെ ഒരു ഡിക്ലൈൻ. നമ്മൾ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ നിഫ്റ്റി 50ലെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് വരുന്നത് പ്രധാനമായിട്ടും ഹിൻഡാൽകോ ഇൻഡസ്ട്രീസിൽ 1% മുകളിലുള്ള ഒരു മുന്നേറ്റം കാണാം. ഒപ്പം തന്നെ ഇൻഡസ്ഇൻഡ് ബാങ്കിൽ 0.03% നേട്ടം. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അടക്കം ഒരു നേട്ടത്തിലുള്ള ഒരു ട്രേഡിംഗ് ആണ് തുടരുന്നത്. ഒപ്പം ഈ പ്രധാനപ്പെട്ട ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് HCL ടെക്കിൽ 3% മുകളിലുള്ള മുന്നേറ്റമാണ് കാണാവുന്നത്. ഒപ്പം ടെക് മഹീന്ദ്രയിലേക്ക് വന്നാൽ 1.94%, വിപ്രോയിൽ 1.75, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയിൽ 1.64, മാരുതി സുസുക്കിയിൽ 1.3 എന്ന ശതമാനത്തിൻ്റെ ഒരു നേട്ടം. പ്രധാനമായിട്ടും ഒരു IT സ്റ്റോക്സിലൊക്കെ തന്നെ മികച്ച രീതിയിലുള്ള ഒരു ട്രേഡിംഗ് തുടരുന്നു. ഒപ്പം തന്നെ ഓട്ടോ സെക്ടറിൽ നിന്നുള്ള പ്രധാനപ്പെട്ട
സ്റ്റോക്കുകളിൽ കൂടി മികച്ച രീതിയിലുള്ള മുന്നേറ്റമാണ് നമുക്ക് കാണാവുന്നത്. ഇനി ടോപ്പ് ലൂസേഴ്സ് നോക്കുകയാണെങ്കിൽ 2% മുകളിലുള്ള ഒരു നഷ്ടത്തിലാണ് SBI ലൈഫ് ഇൻഷുറൻസ് തുടരുന്നത്. ഒപ്പം HDFC ലൈഫിലേക്ക് വരികയാണെങ്കിൽ 1.19% ഒരു ഇടിവ് കാണാം. ഈ ഒരു Q1 റിസൾട്ടിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ഒരു ഡിക്ലൈൻ കാണാവുന്നത്. ഒപ്പം ബജാജ് ഫിൻസർവിലേക്ക് വരികയാണെങ്കിൽ 0.9% ഒരു ഡിക്ലൈൻ ഉണ്ട്. ഗ്രാസിം ഇൻഡസ്ട്രീസും 0.63% ഡിക്ലൈനോട് ടോപ്പ് ലൂസറായിട്ട് വരുന്നുണ്ട്. ജിയോ ഫിനാൻഷ്യൽ സർവീസസിലേക്കും വന്നാലും 0.5% മുകളിലുള്ള ഒരു നഷ്ടത്തിലാണ് ട്രേഡിംഗ് തുടരുന്നത്. ഇങ്ങനെ ഓവറോൾ നോക്കുമ്പോൾ ഒരു നിഫ്റ്റി 50യിൽ ഫ്ലാറ്റ് ടു പോസിറ്റീവ് ആയിട്ടുള്ള ട്രേഡിംഗ് നടക്കുമ്പോഴും ബാങ്ക് നിഫ്റ്റിയിൽ അതേ രീതിയിൽ ഫ്ലാറ്റ് ടു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് ഇപ്പോൾ തുടരുന്നത്. ഒപ്പം തന്നെ നമ്മൾ പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് ഇൻഡസ്ട്രികളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി സ്മോൾ ക്യാപ് 100 ഇപ്പോഴും ഒരു വീക്ക് ആയിട്ടുള്ള ട്രേഡിംഗ് ആണ് കാഴ്ചവെക്കുന്നത്. 0.18% ഒരു ഡിക്ലൈനോടെയാണ് നിഫ്റ്റി സ്മോൾ ക്യാപ് ഇൻഡെക്സ് ട്രേഡിംഗ് തുടരുന്നത്. ഒപ്പം നിഫ്റ്റി മിഡ് ക്യാപ് 100ലേക്ക് വരികയാണെങ്കിലും 0.18% ഒരു ഇടിവാണ് ഇപ്പോൾ തുടരുന്നത്. ഇനി സെക്ടർ വൈസ് പെർഫോമൻസ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി IT ഇൻഡെക്സിലാണ് ഏറ്റവും മികച്ച ട്രേഡിംഗ് കാണാവുന്നത്. 1.5% മുകളിലുള്ള ഒരു നേട്ടത്തിലാണ് നിഫ്റ്റി IT ഇൻഡെക്സിൽ കാണാവുന്നത്. അതോടൊപ്പം തന്നെ നിഫ്റ്റി ഫാർമ മീഡിയ അടക്കമുള്ള ഓഹരികളെല്ലാം തന്നെ നേരിയ ഒരു പോസിറ്റീവ് മൊമെന്റം കാണുന്നുണ്ട്. നിഫ്റ്റി ഓട്ടോ സെക്ടറിലേക്ക് വരികയാണെങ്കിൽ 0.7% ഒരു മുന്നേറ്റത്തിൽ ട്രേഡിംഗ് തുടരുന്നു. കൺസ്യൂമർ ഡ്യൂറബിൾസിലേക്ക് വരികയാണെങ്കിലും 0.77% ഒരു നേട്ടത്തിലാണ് ട്രേഡിംഗ് തുടരുന്നത്. ഇന്നിപ്പോൾ ഏറ്റവും അധികം ഡിക്ലൈൻ കാണാവുന്നത് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് അടക്കമുള്ള സെക്ടേഴ്സിലാണ്. 1.24% ഒരു ഇടിവോടെയാണ് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസിൽ ട്രേഡിംഗ് തുടരുന്നത്. ഒപ്പം തന്നെ ഒരു PSU ബാങ്കിലും റിയൽറ്റി അടക്കമുള്ള സെക്ടേഴ്സിലും ഇന്നിപ്പോൾ ഡിക്ലൈൻ തന്നെയാണ് തുടരുന്നത്. ഓവറോൾ ഇങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് സിറ്റുവേഷൻ തന്നെയാണ് ബ്രോഡർ മാർക്കറ്റുകളും ഒപ്പം തന്നെ സെക്ടർ വൈസുള്ള പെർഫോമൻസ് നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ നമ്മൾ പ്രധാനപ്പെട്ട ചില Q1 റിസൾട്ടുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ Q1 റിസൾട്ട് പ്രഖ്യാപിച്ചിരുന്നു. പ്രധാനമായിട്ടും ന്യൂ ബിസിനസ് പ്രീമിയം നോക്കുകയാണെങ്കിൽ 12% ഒരു മുന്നേറ്റം കാഴ്ചവെച്ച് 8,143 കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ആനുവൽ പ്രീമിയം നോക്കിയാലും ഒരു ഇക്വലന്റ് 9% ഉയർന്ന് 3,515 കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു HDFC ലൈഫിന്റെ Q1 നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രതീക്ഷിച്ചതുപോലെ അത്ര ശക്തമായിരുന്നില്ല എന്നാണ് ഈ ഒരു ബ്രോക്കറേജസിന്റെ വ്യൂ വരുന്നത്. ബേൺസ്റ്റീൻ പറയുന്നത് പ്രതീക്ഷിച്ച അത്ര ശക്തമായിട്ടുള്ള ഒരു Q1 റിസൾട്ട് അല്ല എന്നാണ്. എന്നാൽ മാനേജ്മെന്റ് കമന്ററി അനുസരിച്ച് മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് കൂടുതൽ കോൺഫിഡൻസ് നൽകുന്നതായി കൂടിയും ഈ ഒരു ബ്രോക്കറേജ് പറയുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ ഒരു പേരന്റ് ബാങ്കിലുള്ള കൗണ്ടർ ഷെയർ വീണ്ടും മെച്ചപ്പെട്ടതായി കൂടി കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. HDFC ബാങ്കിൽ സെയിൽസ് റിക്കവറി ഒക്കെ തന്നെ ശക്തമായത് HDFC ലൈഫിന്റെ ബിസിനസ് ഗ്രോത്തിനും ഒരു സപ്പോർട്ട് ആകുമെന്ന ഒരു എക്സ്പെക്ടേഷൻ കൂടി ഉണ്ട്. കൂടാതെ മാർജിനേക്കാൾ ഗ്രോത്തിനാണ് കമ്പനി ഇപ്പോൾ കൂടുതൽ ഒരു മുൻഗണന നൽകുന്നത്. അതേസമയം സ്റ്റേബിൾ ആയിട്ടുള്ള മാർജിൻസ് ഒക്കെ തന്നെ നിലനിർത്താനാകുമെന്ന് കൂടി ഒരു മാനേജ്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു ബേൺസ്റ്റീൻ ഔട്ട് പെർഫോം റേറ്റിംഗ് ആണ് ഈ ഒരു ഓഹരിയിൽ നൽകിയിരിക്കുന്നത്. HDFC ലൈഫിൽ 810 രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത്. ഇനി മറ്റൊരു കമ്പനിയിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ ഈ ഡിക്സൺ ടെക്നോളജി ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് സ്പേസിൽ നിന്നുള്ള ഡിക്സൺ ടെക്നോളജീസിൽ ഒരു ബ്രോക്കറേജ് വ്യൂ വരുന്നുണ്ട്. HSBC ബ്രോക്കറേജ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഡിക്സൺ ടെക്നോളജീസിനെ. ബൈ റെക്കമെൻഡേഷൻ നൽകുകയും ഒപ്പം ടാർഗറ്റ് പ്രൈസ് ആയിട്ട് 16,000 രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും പുതിയ മൊബൈൽ മാനുഫാക്ചറിംഗ് സ്കീം ഒക്കെ തന്നെ പ്രഖ്യാപിച്ചതും അതോടൊപ്പം തന്നെ മൊബൈൽ ബിസിനസ്സിലെ മാർജിൻ കൺസേൺസ് കുറയുന്നതുമെല്ലാം തന്നെയാണ് ഈ ഒരു അപ്ഗ്രേഡിനുള്ള പ്രധാന റീസൺസ് ആയിട്ട് HSBC വിലയിരുത്തുന്നത്. എന്തായാലും ഓവറോൾ ഇങ്ങനെ പല Q1 റിസൾട്ടുകളൊക്കെ തന്നെയാണ് ഇപ്പോൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഓവറോൾ മാർക്കറ്റ് നോക്കുമ്പോൾ ഒരു അത്ര സ്ട്രെങ്ത് ഇല്ലാത്ത ഒരു മാർക്കറ്റ് സെന്റിമെന്റ് ആണ് നിലവിൽ തുടരുന്നത്. നിഫ്റ്റി 50യിലും ഫ്ലാറ്റ് ടു പോസിറ്റീവ് 0.19% മാത്രം ഒരു മുന്നേറ്റമാണ് ഇപ്പോഴുള്ളത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നാൽ അത് ഫ്ലാറ്റ് ടു നെഗറ്റീവിലേക്ക് ആ ഒരു ട്രേഡിംഗ് മാറിയിരിക്കുന്നു. ഇതൊക്കെയാണ് ഈ മണിക്കൂറിലെ മാർക്കറ്റ് അപ്ഡേറ്റ്. തോമസ്, താങ്ക് യു നാന. നിഖിൽ ഏഞ്ചൽ വണ്ണിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നിഖിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിരുന്നു ക്രെഡിറ്റ് ബിസിനസ് എന്നുള്ളത്. ഈ ക്രെഡിറ്റ് ബിസിനസ് ഏഞ്ചൽ വണ്ണിൻ്റെ പ്രധാനപ്പെട്ട ഒരു റവന്യൂ സ്ട്രീമായി മാറുന്നതാണ് ഈ ഒരു ഫൈനാൻഷ്യൽ ഇയർ 2027 ഫസ്റ്റ് ക്വാർട്ടറിൽ അവരെടുത്ത് പറയുന്നത്. ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂഷൻ മാർക്കറ്റ് പ്ലേസ് ഏഞ്ചൽ വൺ ഓൾറെഡി ബിൽഡ് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ ലൈഫ് ടൈം ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഇപ്പോൾ പറയുന്നത് $32.4 ബില്യൺ. അതിനെക്കാട്ടും എക്സൈറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയൊരു നമ്പർ എന്നുള്ളത് ഫൈനാൻഷ്യൽ ഇയർ 2026 എല്ലാ മാർക്കറ്റ് പ്ലെയേഴ്സും മാർക്കറ്റ് യൂസേഴ്സും കൂടി
ബോറോ ചെയ്ത് കളക്റ്റീവ്ലി ബോറോ ചെയ്തത് 1 ട്രില്യൺ റുപ്പീസ് എന്നുള്ളതാണ്. അത് തന്നെ കാണിക്കുന്നത് ഈ ക്രെഡിറ്റ് ബിസിനസ്, ഈ ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂഷൻ മാർക്കറ്റ് പ്ലേസിൽ എത്രയൊക്കെ രീതിയിൽ ഏഞ്ചൽ വൺ പോലെയുള്ള മറ്റ് ബ്രോക്കിംഗ് ഫേമുകൾക്കും വളരാം എന്നുള്ളതാണ്. ഓൾറെഡി ഏഞ്ചൽ വണ്ണിൻ്റെ ബിസിനസ് പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ 7 ലെൻഡിങ് പാർട്ട്നേഴ്സാണ് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത്. അതിൽ ഓൾമോസ്റ്റ് 1,51,000 യൂസേഴ്സ് ഓൾറെഡി ഏഞ്ചൽ വണ്ണിൻ്റെ ഭാഗമായിട്ടുള്ള യൂസേഴ്സ് ക്രെഡിറ്റ് അവെയിൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കമ്പനി അവിടെ കാണുന്നത് വളരെ വലിയ രീതിയിലുള്ളൊരു ക്രോസ് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്. അവിടെയാണ് ഏഞ്ചൽ വൺ എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യുന്നത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്. നിഖിൽ പറഞ്ഞതുപോലെ ട്രേഡിംഗ് റവന്യൂ എന്നുള്ളത് അല്ലെങ്കിൽ ബ്രോക്കിംഗ് റവന്യൂ എന്നുള്ളത് വളരെ വോളറ്റൈൽ ആയിട്ടുള്ള, വളരെ സീസണൽ ആയിട്ടുള്ള, ജിയോ പൊളിറ്റിക്സ് പോലെയുള്ള, എക്കണോമിക്സ് പോലെയുള്ള, ഫൈനാൻസസ് പോലെയുള്ള മറ്റ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, സൊസൈറ്റൽ സിറ്റുവേഷൻ, കൾച്ചറൽ നോംസ് ഒക്കെ വളരെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന, അതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹൈലി വോളറ്റൈൽ ആയിട്ട് നിലനിൽക്കുന്ന ഒരു ബേസിൽ നിന്നാണ് ഇപ്പോഴും കസ്റ്റമർ അക്വിസിഷൻ സംഭവിക്കുന്നത് എന്നാണ് ഏഞ്ചൽ വൺ അവകാശപ്പെടുന്നത്. ഓൾമോസ്റ്റ് 20.2% റീറ്റെയിൽ ഇക്വിറ്റി ടേൺ ഓവറാണ് മാർക്കറ്റ് ഷെയറിൻ്റെ ഭാഗമായിട്ട് ഏഞ്ചൽ വൺ പറയുന്നത്. ഡിമാറ്റ് മാർക്കറ്റ് ഷെയറിൻ്റെ 16.7% ബ്രോക്കിങ്ങിൽ നിന്നാണ് എന്ന് പറയുന്നുണ്ട്. Q1 മാത്രം 406 മില്യൺ ഓർഡേഴ്സാണ് ഏഞ്ചൽ വൺ പ്രോസസ്സ് ചെയ്തത് എന്നും കൂടി പറയുന്നുണ്ട്. അവിടെയാണ് വലിയ രീതിയിലൊരു ലോങ് ടേം സ്ട്രക്ചറൽ ഓപ്പർച്യൂണിറ്റി ഏഞ്ചൽ വണ്ണിന് തുറന്നു കൊടുക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അവിടെയാണ് ഏഞ്ചൽ വൺ ഒരു ഡിസ്കൗണ്ട് ബ്രോക്കറേജ് എന്നതിൽ നിന്ന് ഒരു കസ്റ്റമർ അക്വിസിഷന് വേണ്ടി മാത്രം, യൂസർ അക്വിസിഷന് വേണ്ടി മാത്രം വളരെ വലിയ രീതിയിൽ സർവീസസ് ഡിസ്കൗണ്ട് കൊടുക്കുന്നു, വളരെ വലിയ രീതിയിൽ ഓഫേഴ്സും റേറ്റ്സും കൂപ്പൺസ് പോലെയുള്ള ടൂൾസ് യൂസ് ചെയ്യുന്നതിൽ നിന്ന് ഒരു AI പവേർഡ് ഫൈനാൻഷ്യൽ എക്കോസിസ്റ്റമായി മാറുന്നത് അവിടെയാണ് ഈ ഷെയർ പെർ കസ്റ്റമർ എന്നുള്ളത്, വാലറ്റ് ഷെയർ പെർ കസ്റ്റമർ എന്നുള്ളത് എങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കാം. അവിടെ തന്നെയാണ് മറ്റേ ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫെസിലിറ്റിയിൽ ഒരു ക്രോസ് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഉയർന്നു വരുന്നത്. ഒരു കസ്റ്റമർ ഏഞ്ചൽ വണ്ണിൻ്റെ പ്ലാറ്റ്ഫോമിൽ എത്തുമ്പോൾ അവർ ട്രേഡിംഗ് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് അവരുടെ അസറ്റ്സ് മാനേജ് ചെയ്യാനും, അവരുടെ വെൽത്ത് മാനേജ് ചെയ്യാനും, അവരുടെ ഇൻഷുറൻസ് ഉറപ്പാക്കാനും, അവരുടെ ഇൻഷുറൻസ് പ്രൊഡക്ട്സ് മാനേജ് ചെയ്യാനും, അവരുടെ മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് മാനേജ് ചെയ്യാനും, അങ്ങനെ ഒരു കസ്റ്റമറിൻ്റെ ഫൈനാൻഷ്യൽ ലൈഫ് ടൈം എന്ന് നമുക്ക് പറയാവുന്ന ഒരു ലൈഫ് ടൈം, ഫൈനാൻഷ്യൽ കസ്റ്റമർ യൂസ് ചെയ്യുന്ന ഫൈനാൻഷ്യൽ പ്രൊഡക്ട്സിൻ്റെ ഒരു A to Z മുഴുവനായിട്ട് ഏഞ്ചൽ വണ്ണിന് മാനേജ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഹൈലി പോപ്പുലേറ്റഡ് ആയ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഇതേ സമയവും മാർക്കറ്റ് പെനിട്രേഷൻ അല്ലെങ്കിൽ ട്രേഡിംഗ് പെനിട്രേഷൻ വളരെ വലിയ രീതിയിൽ കുറഞ്ഞിരിക്കുന്ന, കമ്പാരിറ്റീവ്ലി മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴും ഇന്ത്യൻ പോപ്പുലേഷനിൽ മാർക്കറ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു പോപ്പുലേഷൻ വളരെ കുറവാണ്. അങ്ങനെ നോക്കുമ്പോൾ വളരെ വലിയ രീതിയിലൊരു പൊട്ടൻഷ്യൽ മുമ്പോട്ട് കൊടുക്കുമ്പോൾ പുതിയ കസ്റ്റമർ അക്വിസിഷനുള്ള പൊട്ടൻഷ്യൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനുള്ള ക്രോസ് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയും എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൽ നിന്നുള്ള പെർ കസ്റ്റമർ റവന്യൂ വർദ്ധിപ്പിക്കാനും ഏഞ്ചൽ വണ്ണിന് വളരെ വലിയ രീതിയിലൊരു ഓപ്പർച്യൂണിറ്റി ആണ് അവിടെ നിലനിൽക്കുന്നത്. അതിൽ നോക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ക്രോസ് സെല്ലിംഗ് നടക്കുകയാണെങ്കിൽ ഒരു കമ്പനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞെങ്കിൽ മാർജിനാണ്. അതായത് ഒരു കസ്റ്റമറിനെ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി ഒരു കോസ്റ്റ് ബെയർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഒരു നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിരിക്കുന്ന ഒരു കസ്റ്റമറിൽ നിന്ന് ഒരു ബിസിനസ് ലഭിക്കുന്നു, 2 ബിസിനസ് ലഭിക്കുന്നു, 3 ബിസിനസ് ലഭിക്കുന്നു. ഇതൊക്കെ ചേർന്നിട്ട് അവർ കോമ്പൗണ്ട് ചെയ്തിട്ട് കമ്പനിക്ക് നൽകുന്ന ഒരു റിട്ടേൺ എന്ന് പറയുന്നത് കുറച്ചുകൂടി വലുതായിരിക്കും എന്നുള്ളൊരു പോസിറ്റിവിറ്റി കൂടി ഈ ഒരു ക്രോസ് സെല്ലിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കമ്പനികളൊക്കെ തന്നെ ഈ ഒരു ക്രോസ് സെല്ലിങ്ങിന് ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാനുള്ള ഒരു കാരണം അതുതന്നെയാണ്. എന്നാലും പല രീതിയിലുള്ളൊരു റിസ്ക്കുകളും ഇപ്പോഴും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നുണ്ട് എന്നൊരു കാര്യം നമ്മൾ ഒരിക്കലും തള്ളി പറഞ്ഞുകൂടാ. അതായത് ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഇപ്പോഴും ഈ ഒരു ബ്രോക്കിംഗ് മേഖലയിൽ അല്ലെങ്കിൽ ഇതേപോലുള്ള ബിസിനസ്സുകളിലൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഗ്രോ ആയാലും സെറോദ ആയാലും അപ്സ്റ്റോക്സ് ആയാലും ഒക്കെ തന്നെ ഈ ഒരു മാർക്കറ്റിൽ അതിശക്തമായിട്ട് നിലനിൽക്കുന്നു എന്നൊരു കാര്യം ഒരിക്കലും തള്ളിക്കളഞ്ഞുകൂടാ. ഈ കമ്പനികളും ഇതേപോലെ തന്നെ AI-യിലേക്ക് തങ്ങളുടെ ഇമ്പോർട്ടൻസ് ഒക്കെ തന്നെ നൽകിയിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ്സും നടത്തിയിട്ടുണ്ട് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കൂടാതെ ബ്രോക്കറേജ് ഇൻകം എന്ന് പറയുന്നത് തന്നെയാണ് കമ്പനിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു സെൻട്രൽ ഇൻകം എന്ന് പറയുന്നതും. അതുകൊണ്ട് തന്നെ ഒരു ഫ്ലക്ച്വേഷനുള്ള ഒരു സാധ്യത കൂടി നിലവിലിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. കൂടാതെ ഒരു ബ്രോക്കറേജ് ബിസിനസ്സിനൊക്കെ തന്നെ പല സമയത്തും റെഗുലേറ്ററി കാര്യങ്ങളൊക്കെ തന്നെ അഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. കൂടാതെ വെൽത്ത് മാനേജ്മെൻറ്റ് ആയാലും ലെൻഡിങ് ബിസിനസ് ആയാലും ഒക്കെ തന്നെ കൂടുതലായിട്ടുള്ള കസ്റ്റമർ അക്വിസിഷൻ്റെ ആവശ്യകത മറ്റൊക്കെ തന്നെ നിലനിൽക്കുന്നു എന്നതും റിസർവ് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നടക്കം പരിശോധിക്കുകയാണെങ്കിലും പല സമയത്തും പല ക്ലിയറൻസും ഒക്കെ വരുന്നു എന്നുള്ളതും ചില രീതിയിലുള്ള ഒരു ലീഗലായിട്ടുള്ള അല്ലെങ്കിൽ റെഗുലേറ്ററി ആയിട്ടുള്ള ഒരു റിസ്ക് കൂടി ചെറിയ രീതിയിൽ കമ്പനിക്ക് ഉയർത്തുന്നു എന്നത് കൂടിയാണ് നിലവിൽ ഇപ്പോൾ പൊതുവെ ഉയർന്നു വരുന്ന ഒരു കാര്യം. തോമസ്,
നിഖിൽ അവിടെയാണ് നിഖിൽ പറഞ്ഞതുപോലെ വളരെ വലിയ രീതിയിൽ ന്യൂ ഏജ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസിൽ നിന്നൊക്കെ വളരെ വലിയ രീതിയിൽ ഒരു കോമ്പറ്റീഷൻ ഏഞ്ചൽ വൺ ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്. അവിടെയാണ് ഏഞ്ചൽ വണ്ണിൻ്റെ ഭാഗമായിട്ടുള്ള 1996 എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ന ഒരു ഫാക്ടർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഏഞ്ചൽ വണ്ണിൻ്റെ വെൽത്ത് മാനേജ്മെൻറ്റ് സിസ്റ്റം നമ്മൾ നോക്കുകയാണെങ്കിൽ അയോണിക് വെൽത്ത് ആണ് ഏഞ്ചൽ വണ്ണിൻ്റെ വെൽത്ത് മാനേജ്മെൻറ്റ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അവരുടെ വെബ്സൈറ്റ് പ്രകാരം 9,000 കോടി രൂപയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഓൾറെഡി ഈ ഒരു അയോണിക് വെൽത്ത് മാനേജ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള വെൽത്ത് ടെക് പ്ലാറ്റ്ഫോം എന്നാണ് അയോണിക് വെൽത്ത് അവകാശപ്പെടുന്നത്. അവരുടെ ഒരു ഹൈലൈറ്റ്സ് ഞാനിപ്പോൾ ഈ ഇൻവെസ്റ്റർ പ്രസൻറ്റേഷനിൽ നിന്ന് നോക്കുകയായിരുന്നു. 134 ബില്യൺ ആണ് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ്, 134 ബില്യൺ രൂപയാണ് അസറ്റ് അണ്ടർ മാനേജ്മെൻ്റ് ആയിട്ട് എടുത്ത് പറയുന്നത്. അതിൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 33% ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഗ്രോത്ത് കമ്പനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ 91% റെക്കറിങ് റവന്യൂ ആണ് എന്ന് പറയുന്നത് കസ്റ്റമർ സ്റ്റിക്കിനെസ് അത് എടുത്തു പറയുന്ന ഒരു ഫാക്ടറാണ്. 2,400-ലധികം ക്ലയൻസ് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ട് അയോണിക് വെൽത്തിനുണ്ട് എന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട്. ഈ അൾട്രാ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽ കാറ്റഗറിയിൽ ഒരു എക്സ്പാൻഷൻ കമ്പനി ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു അൾട്രാ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽ കാറ്റഗറിയിൽ കമ്പനിക്ക് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ വളരെ വലിയ രീതിയിലൊരു വെൽത്ത് മാനേജ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കമ്പനി ഇപ്പോൾ മുമ്പോട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോൾ ഗ്ലോബൽ അസറ്റ് അലോക്കേഷൻ ഫണ്ട് ഈ അയോണിക് വെൽത്ത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് ഈ അയോണിക് വെൽത്തുമായി ബന്ധപ്പെട്ടുള്ള AI പ്രൊഡക്റ്റ് എന്നുള്ളതും. അയോണിക് എൻജിൻ എന്നുള്ളതാണ് AI പവേർഡ് അയോണിക് ഏജൻറ്റ് എന്നുള്ളതാണ് ഈ വെൽത്ത് അഡ്വൈസറിയുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ AI ഇപ്പോൾ ഏഞ്ചൽ വണ്ണിൻ്റെ ഭാഗത്തു നിന്ന് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അവരുടെ ഒരു AIയുടെ ഒരു സ്പെസിഫിക്കേഷൻസ്, ടെക്നിക്കാലിറ്റീസ്, അവരുടെ എന്താണ് ഈ AI യുണീക്കായിട്ട് ചെയ്യുന്നത് എന്ന് ഇൻവെസ്റ്റർ പ്രസൻറ്റേഷനിൽ എടുത്തു പറയുന്നുണ്ട്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോയിലുള്ള ഗ്യാപ്സ് ഡിക്റ്ററ്റ് ചെയ്തുകൊണ്ട് പുതിയ ഓപ്പർച്യൂണിറ്റീസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് സജസ്റ്റ് ചെയ്യാനും ക്ലയൻറ്റ് കോൺവെർസേഷൻസ് ഒക്കെ ഈ ക്ലയൻസുമായിട്ടുള്ള കോൺവെർസേഷൻസ് ഈ വെൽത്ത് മാനേജ്മെൻറ്റ് അയോണിക് വെൽത്ത് എന്ന ആ ഒരു പ്ലാറ്റ്ഫോമും ക്ലയൻറ്റുമായിട്ടുള്ള കോൺവെർസേഷൻസും ഒക്കെ ഡീകോഡ് ചെയ്തുകൊണ്ട് ക്ലയൻറ്റിൻ്റെ ആവശ്യം എന്താണ്, ക്ലയൻറ്റിൻ്റെ നീഡ് എന്താണ്, ക്ലയൻറ്റിൻ്റെ ടാർഗറ്റ് എന്താണ്, എന്തുകൊണ്ടാണ് ക്ലയൻറ്റ് ഈ വെൽത്ത് മാനേജ്മെൻറ്റ് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് എന്നതൊരു ക്ലയൻറ്റ് നീഡ് മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയാണ് കൂടുതലായിട്ടൊരു പ്രൊഡക്ട്സും സർവീസസും ഈ ക്ലയൻറ്റിന് ചെയ്തു കൊടുക്കാൻ സാധിക്കുക എന്നതിൽ വളരെ വലിയ റോള് വഹിക്കുന്ന ഒരു ഫാക്ടറായിട്ട് ഈ അയോണിക് ഏജൻറ്റ് മാറുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്കറിയാവുന്നതാണ് അൾട്രാ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിൻ്റെ ഒക്കെ പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്നത് ഈ പോർട്ട്ഫോളിയോ മാനേജേഴ്സും റിലേഷൻഷിപ്സ് മാനേജേഴ്സും അത് അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ബ്രിഡ്ജായിട്ട് നിലനിൽക്കുന്നു. ഈ ഒരു അയോണിക് ഏജൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് മാനേജർമാരുടെ ഒക്കെ വർക്ക് പ്രൊഡക്ടിവിറ്റി വളരെ വലിയ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും എന്ന രീതിയിലാണ് ഇപ്പോൾ ഏഞ്ചൽ വൺ പറയുന്നത്. അവിടെയാണ് നിഖിൽ പറഞ്ഞതുപോലെ എല്ലാ കമ്പനികളും AI പ്രൊഡക്ട്സുമായിട്ടും അവരുടെ AI ഇൻ്റഗ്രേഷൻസുമായി മുമ്പോട്ട് പോകുമ്പോൾ ഏഞ്ചൽ വണ്ണിനുള്ള ഒരു ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഏഞ്ചൽ വണ്ണിലുള്ള ഒരു സ്പെസിഫിക് ഇൻഡസ്ട്രി ലെവൽ എക്സ്പീരിയൻസ് ലെവൽ അഡ്വാൻറ്റേജ് എന്നുള്ളത് അവരുടെ AI പ്രൊഡക്ട്സ് റീറ്റെയിൽ ഇൻവെസ്റ്റിങ്ങിൽ നിന്ന് മാത്രം ഒതുങ്ങി നിൽക്കാതെ, അവരുടെ AI പ്രൊഡക്ട്സ് ജസ്റ്റ് ഫൈനാൻഷ്യൽ പ്രൊഡക്ട്സിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അവരുടെ വെൽത്ത് മാനേജ്മെൻറ്റിലേക്ക് കൂടി അവരുടെ AI പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്ത് ഡിപ്ലോയ് ചെയ്യാൻ സാധിക്കുമ്പോൾ അവിടെ മറ്റ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസുമായും മറ്റ് സ്റ്റോക്ക് ബ്രോക്കിംഗ് പ്ലാറ്റ്ഫോംസിൽ നിന്നോ മാറി ഒരു ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള അപ്രോച്ച്, ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് സർവീസ് ഈ ഏഞ്ചൽ വണ്ണിന് ഓഫർ ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് ഈ ഒരു കോമ്പറ്റീഷൻ്റെ ഭാഗമായുള്ള ഒരു ഡിസഡ്വാൻറ്റേജിന് മറികടക്കാൻ ഏഞ്ചൽ വണ്ണിനെ സഹായിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഫാക്ടർ. നിഖിൽ തോമസ്, മറ്റൊരു സ്റ്റോറിയിലേക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലേക്ക് കടക്കാനായിട്ട് ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ BLS ഇൻ്റർനാഷണലിനെ സംബന്ധിച്ചിടത്തോളമാണ്. BLSനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കമ്പനി ഇതുവരെ ചെയ്തു വന്നിരുന്ന ഒരു ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവെ ഒരു വിസ ഔട്ട്സോഴ്സിങ് കമ്പനിയായിട്ട് മാത്രമായിരുന്നു നിലനിന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ അവിടെ നിന്ന് ഒരു പിവോട്ടലായിട്ടുള്ള ഒരു ചേഞ്ച് തങ്ങളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിലവിൽ ഇപ്പോൾ BLS ഇൻ്റർനാഷണൽ തയ്യാറായിരിക്കുന്നു എന്നത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഡിജിറ്റൽ സർവീസ് പ്ലാറ്റ്ഫോംസ് ഒക്കെ തന്നെ കമ്പനി ഏറ്റെടുത്ത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി.
ചെയ്തിട്ടുണ്ട്. ആധാർ എൻറോൾമെൻറ്റ് നടപ്പാക്കുന്നു, ബാങ്കിങ്ങിന് ആവശ്യമായിട്ടുള്ള കറസ്പോണ്ടൻറ്റ് സർവീസസ് നടപ്പാക്കുന്നു, ഫൈനാൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തു കൊടുക്കുന്നു, സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ള ഗവേണൻസ് സർവീസസിലും മറ്റൊക്കെ തന്നെ ഈ ഒരു കമ്പനി ശക്തമായിട്ട് ഇറങ്ങിയിരിക്കുന്നു എന്നത് പുതുതായിട്ടുള്ള ഒരു റവന്യൂ സ്ട്രീം, അതായത് ഓൾറെഡി ഉള്ള ഒരു ബിസിനസ് ആയിരുന്നു, ആ ഓൾറെഡി ഉള്ള ഒരു ബിസിനസ്സിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ നിലവിലിപ്പോൾ നൽകിയിരിക്കുന്നു എന്നൊരു കാര്യം കൂടി എത്തിയിരിക്കുകയാണ്. നിലവിലിപ്പോൾ 2026 സാമ്പത്തിക വർഷത്തിലെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് ഏകദേശം 37% ഒരു വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 3000 കോടി രൂപയ്ക്ക് അടുത്ത് നിലനിൽക്കുന്നു. നെറ്റ് പ്രോഫിറ്റിലേക്ക് വരികയാണെങ്കിൽ റെക്കോർഡ് ഹൈ ആയിട്ടുള്ള 724 കോടി രൂപയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എബിഡ 819 കോടി രൂപയിലേക്ക് എത്തുന്നു. എബിഡ മാർജിൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള 27.3%, നെറ്റ് പ്രോഫിറ്റ് മാർജിൻ 24% മുകളിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നതും ഈ ഒരു കമ്പനിയുടെ സ്ട്രെങ്ത് ആണ്. ഇനിയിപ്പോൾ റവന്യൂ മിക്സ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമ്പനിയുടെ 61% റവന്യൂ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് വിസയും മറ്റ് കൺസൾട്ടൻസി സർവീസസിൽ നിന്നുമാണ്. ഡിജിറ്റൽ സർവീസസ് നിലവിൽ പ്രൊവൈഡ് ചെയ്യുന്നത് 39% ഒരു റവന്യൂ ആണ്. ഇവിടെ കമ്പനിക്ക് ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബേസ് ഇഫക്റ്റ് പരിശോധിക്കാം. വിസ ആപ്ലിക്കേഷൻസ് പരിശോധിക്കുകയാണെങ്കിൽ 37.5 ലക്ഷത്തിൽ നിന്ന് 44 ലക്ഷത്തിന് മുകളിലേക്ക് പോകുന്നു. അവിടെയാണ് നിലവിലിപ്പോൾ കമ്പനിക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള പുതിയൊരു ഓപ്പർച്യൂണിറ്റി, അതായത് ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന സർവീസസ് ചെയ്യുന്ന ഒരു ബിസിനസ് കൂടി ആരംഭിച്ചിരിക്കുന്നത് എന്നത് പുതുതായിട്ട് റവന്യൂ വലിയ രീതിയിൽ തന്നെ സ്കൈ ഹൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടി നിലവിൽ ഇപ്പോൾ കമ്പനി ഓപ്പൺ ചെയ്തെടുത്തിരിക്കുന്നു. അതിൻ്റെ ആദ്യകാലത്തെ ഓപ്പറേഷൻസ്, അതായത് ഇപ്പോൾ പ്രാരംഭഘട്ടത്തിലെ ഓപ്പറേഷൻസ് നോക്കുകയാണെങ്കിൽ സക്സസ്ഫുൾ ആയിട്ട് മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ടും സാധിക്കുന്നുണ്ട്. മുൻപോട്ട് പോകുമ്പോൾ ഈ കമ്പനിയുടെ എക്സിക്യൂഷൻ ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ നോക്കുക. കമ്പനിയുടെ പ്രധാനപ്പെട്ടുള്ള ഗ്രോത്തിനെ ഡ്രൈവ് ചെയ്യുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ വോളിയം വർദ്ധിക്കുന്നത് കമ്പനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പ്രൈസിങ് ഏത് രീതിയിൽ നിലനിർത്തുന്നു എന്നതും വാല്യൂ ആഡഡ് സർവീസസ് എത്രത്തോളം കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതുമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഗ്രോത്തിനുള്ള ഒരു കാരണമായിട്ട് കാണാൻ സാധിക്കുന്നത്. നിലവിലിപ്പോൾ വലിയ കോൺട്രാക്റ്റുകൾ നിലവിലിപ്പോൾ UIDAIയിൽ നിന്ന് തന്നെ ലഭിച്ചിട്ടുണ്ട്. ആധാർ സേവാ കേന്ദ്രങ്ങളൊക്കെ തന്നെ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 2055 കോടി രൂപയുടെ ഒരു കരാർ ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്നു. ഇന്ത്യൻ വിസ ആപ്ലിക്കേഷൻ സെൻറ്റേഴ്സ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ചൈനയുടെ ഭാഗത്തു നിന്ന് ഒരു കരാർ ലഭിച്ചിരിക്കുന്നു. സ്ലോവാക്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും സൈപ്രസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ബീഹാറിൽ നിലവിലിപ്പോൾ പെർമനൻ്റ് ആയിട്ടുള്ള എൻറോൾമെൻറ്റ് സെൻറ്റേഴ്സ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള കരാർ ലഭിച്ചിരിക്കുന്നു. ഇങ്ങനെ പല രീതിയിലുള്ള വമ്പൻ കരാറുകളും നിലവിലിപ്പോൾ BLS ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ടെയിൽവിൻഡ് നൽകുന്നുണ്ട്. തോമസ് നിഖിൽ, നമുക്കിപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഓൾമോസ്റ്റ് 1 അവർ കഴിഞ്ഞിരിക്കുകയാണ്. മാർക്കറ്റിൻ്റെ ടെക്നിക്കൽ അപ്ഡേറ്റ്സുമായി റിസർച്ച് ഡെസ്കിൽ നിന്ന് സഫാൻ ജോയിൻ ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സഫാൻ. ഗുഡ് മോർണിംഗ് സഫാൻ, നമ്മൾ ഓവറോളായിട്ട് മാർക്കറ്റ് സിറ്റുവേഷൻ ഏഷ്യൻ മാർക്കറ്റുകളൊക്കെ ഒരു നെഗറ്റീവ് ട്രെൻഡ് ആണെങ്കിലും ഇന്ത്യൻ മാർക്കറ്റുകൾ ഇപ്പോഴും ഓൾമോസ്റ്റ് 0.19%, 0.2% ലെവലിലാണ് ഇപ്പോൾ നിഫ്റ്റി 50യിൽ ട്രേഡിംഗ് നടക്കുന്നത്. എന്നാൽ നിഫ്റ്റി ബാങ്കിൽ ചെറുതായിട്ട് നെഗറ്റീവ് സെൻറ്റിമെൻറ്റും കാണാൻ സാധിക്കുന്നത്. എന്താണ് ടെക്നിക്കലി നോക്കുമ്പോൾ സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ, ബ്രോഡർ മാർക്കറ്റ് നോക്കുകയാണെങ്കിലും ടെക്നിക്കൽ അനാലിസിസ് ആയിട്ട് എന്താണ് ഷെയർ ചെയ്യാനുള്ളത്? കറൻലി ലാസ്റ്റ് ഡേ പോലെ തന്നെ ഒരു സെനാരിയോ റിപ്പീറ്റ് ചെയ്യുന്നു വിപണിയിൽ കാണാൻ സാധിക്കുന്നത്. ചോപ്പി മൂവ്മെൻറ്റ്സ് തന്നെയാണ്. കണ്ടിന്യൂസ് ഇൻസൈഡ് ക്യാൻഡൽ ഫോർമേഷനും പ്രൈസ് കോൺട്രാക്ഷൻ തന്നെയാണ് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. 0.2% മുന്നേറ്റം നിഫ്റ്റി കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ പോലും ചോപ്പിനെസ് കണ്ടിന്യൂ ചെയ്യുന്നു. അതായത് 8th ജൂലൈയിൽ ഫോം ചെയ്ത ക്യാൻഡിൽ ഒരു മദർ ക്യാൻഡിലായി ആക്ട് ചെയ്ത് ആ ഒരു ക്യാൻഡിലെ ഹൈ ഒരു നിയർ ടേം റെസിസ്റ്റൻസും അതിൻ്റെ ലോ ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണായി ആക്ട് ചെയ്ത് ഇൻ ബിറ്റ്വീൻ റേഞ്ചസിൽ സ്ട്രോങ് റേഞ്ച് കൺസോൾട്ടേഷനാണ് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ 24,495 എന്നത് ഒരു ക്രിട്ടിക്കൽ ഹഡിലാണ്. ഈ ലെവൽ നിഫ്റ്റിക്ക് മറികടക്കാൻ സാധിച്ചാൽ മാത്രമേ ഒരു മൊമെന്റ് ഷിഫ്റ്റ് എക്സ്പെക്ട് ചെയ്യാവൂ. അത്ര വലിയ വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല, അത്ര വലിയ സ്ട്രെങ്ത്തും ഇന്ന് വിപണിയിൽ കാണാൻ സാധിക്കുന്നില്ല. ബാങ്ക് നിഫ്റ്റിയിലും സെയിം സെനാരിയോ തന്നെ 0.14% ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും സ്റ്റിൽ ബാങ്ക് നിഫ്റ്റി ഒരു റാലി അറ്റംപ്റ്റ് സ്റ്റേറ്റിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. 58,503 എന്ന ലെവൽ ബാങ്ക് നിഫ്റ്റിക്ക് മറികടക്കാൻ സാധിച്ചാൽ നെക്സ്റ്റ് ലെഗ് ഓഫ് റാലി ട്രിഗർ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സ്മോൾ ക്യാപ് ഇൻഡെക്സിലും ചോപ്പി മൂവ്മെന്റ്സ് കണ്ടിന്യൂ ചെയ്യുന്നു. അത് ഹയർ ലെവലിൽ റിജക്ഷൻ ആണ്. ലാസ്റ്റ് ടൈം സെയിം സെനാരിയോ തന്നെയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നും നല്ലൊരു മുന്നേറ്റത്തിന് ശേഷം 0.06% ഇടിവാണ് സ്മോൾ ക്യാപ് ഇൻഡെക്സിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ സ്മോൾ ക്യാപ്പിൽ ഹയർ ലെവലിൽ റിജക്ഷനും നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ചോപ്പി മൂവ്മെന്റ്സ് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു മാർക്കറ്റ് സെനാരിയാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത്.
സഫാൻ, ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 7 സ്റ്റോക്സാണ് ഒരു അഡ്വാൻസ് സ്റ്റേജിൽ ഇപ്പോൾ നിൽക്കുന്നത്. 7 സ്റ്റോക്സ് ഡിക്ലൈൻ ചെയ്തുമാണ് ഇപ്പോൾ നിൽക്കുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ ഒരു ടോപ്പ് ഗെയിനിങ് സ്റ്റോക്ക് പറയുകയാണെങ്കിൽ കോട്ടക് മഹീന്ദ്ര ബാങ്ക് ആണെന്നുള്ള 0.4% ടോപ്പ് ഗെയിനറായിട്ട് നിഫ്റ്റി ബാങ്കിലുള്ളത്. ടോപ്പ് ലൂസർ നോക്കുകയാണെങ്കിൽ AU ബാങ്കാണ് 0.8% ഇടിഞ്ഞ് AU ബാങ്കാണ് നിഫ്റ്റി ബാങ്കിൽ ടോപ്പ് ലൂസർ ആയിട്ടുള്ളത്. എങ്ങനെയാണ് ഈ ഒരു സ്റ്റോക്കുകളുടെ ടോപ്പ് ഗെയിനിങ് സ്റ്റോക്കുകളുടെയും ടോപ്പ് ലൂസിങ് സ്റ്റോക്കുകളുടെയും ഒരു ടെക്നിക്കൽ അനാലിസിസ്? സ്റ്റിൽ അത്ര വലിയ വീക്ക്നെസ് ബാങ്കിങ് ഓഹരികളിൽ കാണാൻ സാധിക്കുന്നില്ല. കോട്ടക് മഹീന്ദ്ര ബാങ്കിനെ സംബന്ധിച്ച 0.37% മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ പോലും സ്റ്റിൽ ഒരു റാലി അറ്റംപ്റ്റ് ഫേസ് എന്ന് പറയാൻ സാധിക്കുള്ളൂ. കാരണം അത്ര വലിയ മൊമെൻറ്റം ക്യാൻഡിൽസ് ഒന്നും റീസെന്റ് ഫോം ചെയ്തിട്ടില്ല. 393 എന്നത് നിയർ ടേം ഹഡിലാണ്. ഈ ലെവൽ മറികടന്നാൽ മാത്രമേ കോട്ടക് മഹീന്ദ്ര ബാങ്കിൽ ഒരു മുന്നേറ്റം എന്ന് എക്സ്പെക്ട് ചെയ്യാവൂ. കൂടാതെ ഈ മേഖലയിലെ മേജർ ഹെവി വെയിറ്റ് ആയ HDFC ബാങ്കിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ കറന്റ് ഒരു പുൾ ബാക്ക് റാലി അറ്റംപ്റ്റ് ഫേസിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഈവൻ ഇന്ന് 0.47% ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും കറന്റ് ഒരു സ്ട്രോങ് സപ്പോർട്ട് 810 എന്ന സപ്പോർട്ട് സോൺ നിയർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കറന്റ് ഡേയോ നെക്സ്റ്റ് ഡേ ഒരു സ്ട്രെങ്ത് ഉള്ള ക്യാൻഡിൽ എക്സാക്ട് പറയുകയാണെങ്കിൽ ഒരു പ്രോപ്പർ വോളിയം ബിൽഡപ്പ് ക്യാൻഡിൽ ഫോം ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഓഹരിയിലും ട്രെൻഡ് റിവേഴ്സൽ റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇന്നത്തെ ടോപ്പ് ലൂസറായ AU ബാങ്കിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 0.83% ഇടിവ് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു വീക്ക് ക്യാൻഡിൽ ഫോർമേഷൻ ആണെങ്കിൽ പോലും സ്റ്റിൽ റാലി അറ്റംപ്റ്റ് ഫേസിലാണ് AU ബാങ്കും ട്രേഡ് ചെയ്യുന്നത്. കാരണം ഒരു ബേസ് ഫോർമേഷൻ സ്റ്റേറ്റ് എന്ന് പറയാൻ സാധിക്കും. 1075 എന്ന ലെവൽ AU ബാങ്കിന് മറികടക്കാൻ സാധിച്ചാൽ നെക്സ്റ്റ് ലെഗ് ഓഫ് റാലി ട്രിഗർ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് ക്യാൻഡിൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സഫാൻ, അടുത്തായിട്ട് BLS ഇന്റർനാഷണൽ സർവീസസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളമാണ് ചോദിക്കാനായിട്ടുള്ളത്. ഈ ഒരു ഓഹരി പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു കമ്പനി അവരുടെ ബിസിനസ്സിൽ വലിയ രീതിയിലുള്ള ഒരു ടേൺ അറൗണ്ട് തന്നെയായിരുന്നു വരുത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു വിസ പ്രോസസ്സിംഗ് കമ്പനി എന്നുള്ള നിലയിൽ നിന്ന് മാറിയിട്ട് ഗവൺമെൻറ്റിൻ്റെ കരാറുകളൊക്കെ തന്നെ നേരിട്ട് എടുത്തു ചെയ്യുന്ന ഒരു രീതിയിലേക്ക് തങ്ങളുടെ ബിസിനസ്സുകളെയും സേവനങ്ങളെയും ഒക്കെ തന്നെ അവർ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ പെർഫോമൻസും ഈ ഒരു കമ്പനിക്ക് സാധ്യമായി വന്നിട്ടുണ്ടായിരുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. നിലവിൽ ഇപ്പോൾ ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോഴും വലിയ രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ ഒരു ഓഹരിയിൽ ഇപ്പോൾ പല അനലിസ്റ്റുമാരൊക്കെ തന്നെ സൂചിപ്പിച്ചിരിക്കുന്നത് എന്നതൊക്കെ തന്നെ ഒരു പോസിറ്റീവ് ഘടകമായിട്ട് ഈ ഒരു കമ്പനിക്ക് നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് നിലവിൽ ഇപ്പോൾ എങ്ങനെയാണുള്ളത്? കറന്റ് ചാർട്ടിൽ അത്ര വലിയ പോസിറ്റീവ് സെന്റിമെന്റ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ലാസ്റ്റ് 1 ഇയർ ആയിട്ട് കണ്ടിന്യൂസ് ഡൗൺ ട്രെൻഡ് അണ്ടർ പ്രഷറിൽ തന്നെയാണ് ഓഹരി ട്രേഡ് ചെയ്യുന്നത്. ഈവൻ ഇന്ന് 0.57% മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ പോലും മേ ബി ഒരു ഡെഡ് കാറ്റ് ബൗൺസ് ഉള്ള ഒരു പോസിബിലിറ്റിയാണ്. കാരണം സ്പൈക്കിംഗ് വോളിയം ആക്ഷൻസ് ഈ ഒരു ഓഹരിയിൽ കണ്ടിന്യൂസ് ആയി ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു ക്യാൻഡിൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുമ്പോൾ ഹയർ ലെവലിൽ കണ്ടിന്യൂസ് റിജക്ഷനും ആണ് കാണാൻ സാധിക്കുന്നത്. അതായത് 421 എന്ന ലെവലിൽ റീസെന്റ് സപ്ലൈ കാണാൻ സാധിക്കുന്നുണ്ട്. 338 എന്ന ലെവലിലും സപ്ലൈ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ 306 എന്ന ലെവലിലും സപ്ലൈ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ കണ്ടിന്യൂസ് സെൽ ഓൺ റൈസ് ആണ് ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. കണ്ടിന്യൂസ് ലോവർ ഹൈ പാറ്റേണും ഓഹരിയിൽ റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. സ്പൈക്കിംഗ് വോളിയം ആക്ഷൻ ഈ ഒരു ഓഹരിയിൽ ലാസ്റ്റ് 2 months ആയി കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് 306 എന്ന ലെവലെങ്കിലും മറികടന്നാൽ മാത്രമേ ഒരു ട്രെൻഡ് റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാവൂ. അല്ലാത്ത പക്ഷം ഡോ തിയറി പ്രകാരമുള്ള ഒരു ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ, അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു ഹയർ ഹൈ മെയിൻറ്റെയിൻ ചെയ്തുള്ള മുന്നേറ്റം കാഴ്ചവെച്ചാൽ മാത്രമേ ട്രെൻഡ് റിവേഴ്സൽ റാലി എക്സ്പെക്ട് ചെയ്യാവൂ എന്നതാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. സഫാൻ, അടുത്തതായിട്ട് ഏഞ്ചൽ വണ്ണിലേക്കായിരുന്നു വരാനായിട്ടുള്ളത്. നമ്മളിന്ന് വളരെ എക്സ്റ്റെൻസീവായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോക്ക് കൂടിയായിരുന്നു ഏഞ്ചൽ വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് AI അധിഷ്ഠിതമായിട്ട് വലിയ രീതിയിൽ തന്നെ തങ്ങളുടെ ബിസിനസ്സിനെ പിവോട്ട് ചെയ്തിരിക്കുന്നു. കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് നിലനിർത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് പല രീതിയിലുള്ളൊരു നടപടികളും നിലവിലിപ്പോൾ ഏഞ്ചൽ വൺ സൃഷ്ടിച്ചിട്ടുണ്ട്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ മാത്രം ഈ ഒരു ക്വാർട്ടറിൽ 102% ഒരു വർധനവും ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് ഇപ്പോഴെങ്ങനെയാണുള്ളത്? ഇന്ന് സ്ട്രെങ്ത് ഉള്ള ഒരു ക്യാൻ ഫോർമേഷനാണ് ഏഞ്ചൽ വണ്ണിൽ കാണാൻ സാധിക്കുന്നത്. ഇന്ന് ഓപ്പണിംഗ് ഡാറ്റ നോക്കുമ്പോൾ ഒരു സ്ട്രെങ്ത് ഉള്ള ക്യാൻ ഫോർമേഷൻ, അതായത് ലോവർ ലെവലിൽ നിന്ന് ഡിമാൻഡ് എടുക്കുന്ന ക്യാൻ ഫോർമേഷൻ. ഈവൻ 0.17% ഇടിവ് മുന്നേറ്റം മാത്രമുള്ളെങ്കിൽ പോലും സ്പൈക്കിംഗ് വോളിയം ആക്ഷനാണ് ഓഹരിയിൽ റിഫ്ലക്റ്റ് ആവുന്നത്. കറണ്ട് അപ്പ് വോളിയം ലാസ്റ്റ് 5 days തന്നെ ഡൗൺ വോളിയത്തേക്കാൾ കൂടുതലാണ്. കൂടാതെ ലാസ്റ്റ് ടൈം ഒരു സ്ട്രെങ്ത് ഉള്ള ക്യാൻഡിൽ ക്ലോസിംഗ് ആയിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് ലാസ്റ്റ് ഡേ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ മേ ബി ഒരു റാലി ട്രിഗർ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചിടത്തോളം 15th ഏപ്രിലാണ് ഒരു ബേസ് ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ ഫോം ചെയ്ത്. കാരണം ഈ ഒരു മേഖല, അതായത് ക്യാപിറ്റൽ മാർക്കറ്റ് ഓഹരികളിലെല്ലാം റീസെന്റ് ഒരു മൊമെന്റ് ഷിഫ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ലാസ്റ്റ് ഡേ ഗ്രോ ഓഹരിയിലും ഒരു സ്ട്രെങ്ത് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. 356 എന്ന ലെവൽ മറികടന്നാൽ നല്ലൊരു മൊമെന്റ് റാലി ട്രിഗർ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി. കാരണം ഹയർ ലെവലിൽ സ്റ്റിൽ ഒരു ലാസ്റ്റ് 1 month ആയിട്ട് ഒരു മൊമെന്റ് ഫേഡിങ് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും സ്റ്റിൽ റാലി അറ്റംപ്റ്റ് ഫേസിൽ തന്നെയാണ് ഈ ഒരു ഓഹരി ട്രേഡ് ചെയ്യുന്നത്. 333 എന്നത് നിയർ ടേം സപ്പോർട്ടായി ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസും ചാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. താങ്ക് യു സഫാൻ. താങ്ക് യു.
നമ്മൾ ഇന്നത്തെ ഒരു ഓപ്പണിംഗ് ഹവേഴ്സിൻ്റെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം, ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഒരു ഓഹരിയെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസും ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ ഏതൊരു നിക്ഷേപ തീരുമാനവും സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറുടെ സഹായത്തിലും ശിക്ഷണത്തിലും മാത്രം നടപ്പാക്കുക. ഓപ്പണിംഗ് ഹവേഴ്സിൻ്റെ പുതിയൊരു സെഷനുമായിട്ട് നാളെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. Opening hours with MyFin. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.